ഗുഡ് ഈവനിങ്. ചിരിക്കൂ, നോക്കട്ടെ. ഓക്കെ, സെറ്റ് സൂപ്പർ. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ കയറിയിരുന്നവർക്ക് അറിയാൻ പറ്റും, ക്ലാസ്സിൽ കയറാത്തവർക്ക് അറിയാൻ പറ്റാൻ ചാൻസ് ഇല്ല. ക്ലാസ്സിൽ കയറിയവര് കണ്ടിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. അത് അത്ര ഇങ്ങോട്ട് പേടിക്കാനില്ല, കാരണം ഓൾറെഡി നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതല്ലേ ആ ചാപ്റ്റേഴ്സ് എല്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ 8 മുതൽ 13 വരെയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കുക. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ ബയോളജി അങ്ങോട്ട് ബോട്ടണി അങ്ങോട്ട് തീരും. ബയോളജി അല്ല, ബോട്ടണി അങ്ങോട്ട് തീരും. അതാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഓക്കെ, ഭയങ്കര ഗംഭീര പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ വന്നേക്കുന്നത്. തീർന്നാ പറയാം. അപ്പോൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂള്, സെൽ സൈക്കിൾ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. നാളെയും കൂടെ ഉണ്ട് നമുക്ക് ഇതേ സമയത്ത്. അപ്പൊ നാളത്തെ എയിൽ നമ്മൾ ലാസ്റ്റത്തെ യൂണിറ്റ് ഉണ്ടല്ലോ, അനിമൽ ഫിസിയോളജിയുടെ യൂണിറ്റ്, അതിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് മൊത്തത്തിൽ പഠിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്ലാനിങ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ആസ് യൂഷ്വൽ ഞാൻ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയില്ല, കാരണം എഴുതി വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് എഴുതാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരുന്നുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും അൺമ്യൂട്ട് ചെയ്ത് ഉത്തരം പറയിക്കുക മോഡലിന്റെ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ ചെയ്യാന്ന് പറയുന്നതും നിലവിൽ സാധ്യമല്ല, സമയപരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ഇച്ചിരി സമയം തരാം നിങ്ങൾക്ക് ആൻസർ പറയാൻ. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കൂടെ വളരെ ആക്റ്റീവായിട്ട് ഉത്തരം പറയുക കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമ്മൾക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ, 8th ചാപ്റ്റർ ആണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇപ്പൊ ഇല്ലേ, ബോട്ടണിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു യൂണിറ്റ് മുതൽ സെല്ല്, ബയോമോളിക്യൂള്, സെൽ സൈക്കിള്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്, ബാക്കി സുവോളജിയുടെ ചാപ്റ്റേഴ്സ് എല്ലാത്തിനും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഞാൻ പറയാ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ സെല്ലിന്റെ 2 ചാപ്റ്റേഴ്സും ബോട്ടണിക്ക് പഠിക്കുക, മോർഫോളജി പഠിക്കുക, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഒക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒന്നും വിടരുത്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇതിനകത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടില്ലേ, എല്ലാ സെൽ ഓർഗനലുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതും യൂക്കാരിയോത്തിലുള്ള എല്ലാ സെൽ ഓർഗനലും, ഗോൾജി, ER, മൈറ്റോകോൺട്രിയ, റൈബോസോം, സെൻട്രിയോൾസ്, ലൈസോസോംസ്, അതുപോലെ പ്ലാസ്റ്റിഡ്, അങ്ങനെ കുറേ എണ്ണം നമ്മൾ പറയുന്നില്ലേ, അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ ER പഠിക്കുമ്പോൾ തന്നെ ER-നകത്ത് RER ഉണ്ട്, SCR ഉണ്ട് അല്ലെ. അപ്പൊ RER-ന്റെ ഫംഗ്ഷൻ എന്താ, SCR-ന്റെ ഫംഗ്ഷൻ എന്താ, RER-ഉം SCR-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഫിസിക്കലി അവർ കാണുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില് റൈബോസോം ഉള്ള ER-നെയാണ് നമ്മൾ RER, റൈബോസോമൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ആ റഫിന് കാരണം റൈബോസോമിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഈ RER ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക. രണ്ടാമത്തേതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, SCR എന്ന് പറയുന്നത്. അവിടെ റൈബോസോം ഇല്ല. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും അവിടെ കാണാൻ പറ്റുക. അത് ലിപ്പിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് മെയിൻ ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ്, പ്രോട്ടീൻ നിർമ്മാണവും ലിപ്പിഡ് നിർമ്മാണവും. ഇത് കൂടാതെ വേറെയും ഫംഗ്ഷൻസ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ER-ൻ്റെത് പഠിച്ചു വെക്കണം. ER ചോദിക്കാറുണ്ട്, ചിലപ്പോൾ പിക്ചർ തന്നിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. പിന്നെ ഗോൾജി കോംപ്ലക്സ്, കെമീലോ ഗോൾജി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചുറ്റിലും കൊറിയർ സർവീസ് ഒക്കെ നടത്തുന്നവരില്ലേ, അതുപോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ ഗോൾജി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾജി ബോഡി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം സെല്ലിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിലോട്ട് അയക്കാനുണ്ട്, അല്ലെങ്കിൽ സെല്ലിന്റെ വെളിയിലോട്ട് കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പാക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നത്, ദാറ്റ് മീൻസ് ഓരോ ഇടത്തോട്ട് ഡെലിവർ ചെയ്യിക്കുന്നതൊക്കെ ഈ പറയുന്ന ഗോൾജിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൊറിയർ സർവീസ് എന്ന് പറയുന്നത്. ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഓരോ ഇടത്ത് കൃത്യമായിട്ട് എത്തിക്കാൻ ആരെ കൊണ്ട് സാധിക്കും, ഗോൾജി കോംപ്ലക്സിനെ കൊണ്ട് സാധിക്കും. പിന്നെ ഗ്രാം സ്റ്റെയിനിങ്, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബാക്ടീരിയനെ പറ്റി ചെറുതായിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ബാക്ടീരിയ സ്റ്റെയിൻ ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആവും, ടേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആകുന്നുള്ള രീതിക്ക് അല്ലെ. പിന്നെ സെൽ മെംബ്രെയിൻ പഠിക്കുമ്പോൾ ഫ്ലൂയിഡ് മൊസൈക് മോഡലും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. സിംഗറും നിക്കോൾസണും അല്ലെ, അങ്ങനെ 2 സയന്റിസ്റ്റുമാരെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അവർ പറയണ എന്താ, ലിപ്പിഡിന്റെ 2 ലെയറുകളാണ് സെൽ മെംബ്രെയിനിലുള്ളത്. ഈ 2 ലെയറിന് ഇടയ്ക്ക് സാൻഡ്വിച്ചിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന പോലെ
പ്രോട്ടീൻ ഫില്ല് ചെയ്തേക്കുന്നു. 2 ടൈപ്പ് പ്രോട്ടീൻ, അറ്റത്ത് സർഫസിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ ഉള്ളിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഫ്ലൂയിഡ് മൊസൈക് മോഡലിനെ പറ്റി അവർ പറയുന്നുണ്ട്. അതാരാ കണ്ടുപിടിച്ച അതിന്റെ പേരും കൂടെ ഓർത്ത് വെച്ചിരിക്കണം. ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡലില്ലേ, അതിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കുന്നതാണ് ക്വാസി ഫ്ലൂയിഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ. പിന്നെ മൈറ്റോകോൺഡ്രിയ, ഇത് അറിയില്ലാത്തവരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൈറ്റോകോൺഡ്രിയ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു സെൽ ഓർഗനൽ ERഉം ഒരെണ്ണം മൈറ്റോകോൺഡ്രിയാണ്. മൈറ്റോകോൺഡ്രിയ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, അതും ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. മൈറ്റോകോൺഡ്രിയക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഫംഗ്ഷൻ ഇല്ല അല്ലെ, ATP ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. അത് കൂടാതെ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 എന്തുണ്ട്, മെംബ്രെയിൻസ് ഉണ്ട്. അതിനകത്ത് ഒരു മെംബ്രെയിൻ അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ആ ഫോൾഡിങ് കാരണമാണ് ATP നിർമ്മാണം കാര്യക്ഷമമായിട്ട് നടത്താൻ മൈറ്റോകോൺഡ്രിയനെ കൊണ്ട് സാധിക്കുന്നത് അല്ലെ. പിന്നെ പ്ലാസ്റ്റിഡ്സ്, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് സെൽ ഓർഗനലിനാണ് സ്വന്തമായിട്ട് DNA, സ്വന്തമായിട്ട് റൈബോസോംസ് ഒക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈറ്റോകോൺഡ്രിയയും പ്ലാസ്റ്റിഡും എഴുതാം. കാരണം മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലും പ്ലാസ്റ്റിഡിലൊക്കെ നമുക്ക് ഇതേമാതിരി സാധനങ്ങൾ കാണാൻ പറ്റും. ഈ പ്ലാസ്റ്റിഡ് തന്നെ 3 ടൈപ്പ് അല്ലെ, കളർ ഉള്ളത്, കളർ ഇല്ലാത്തത്. കളർ ഉള്ളതിൽ തന്നെ പച്ച കളർ ഉള്ളതാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. വേറെ ഏതെങ്കിലും കളർ, റെഡോ യെല്ലോയോ ഓറഞ്ചോ അങ്ങനെ ഏതെങ്കിലും കളർ വരുന്നതാണ് ക്രോമോപ്ലാസ്റ്റ്. കളർ ഇല്ലാത്തതാണ് എന്ത്, ല്യൂക്കോപ്ലാസ്റ്റ്. ആ ല്യൂക്കോപ്ലാസ്റ്റിനെ തന്നെ അവർ കുറച്ചെണ്ണമായിട്ട് അല്ലെ, അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ് അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻസ് നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ റൈബോസോം പഠിക്കുമ്പോഴില്ലേ, റൈബോസോമിന്റെ ഒരു ചിത്രമുണ്ട്, ഒരു പച്ചയും നീലയും ഒക്കെ ആയിട്ടൊരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2 പീസസ് ഇങ്ങനെ വെച്ചേക്കുന്ന പോലത്തത്, അതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ആ 2 പീസസ് എന്ന് പറയുന്നത് റൈബോസോമിന്റെ 2 യൂണിറ്റ്സ് ആണ്, സബ് യൂണിറ്റ്സ് ആണ്. ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒരു വലിയ യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ പ്രോകരിയോട്ടിന്റെ റൈബോസോമും യൂക്കരിയോട്ടിന്റെ റൈബോസോമും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ള ഒരു ഇതുണ്ടല്ലോ, 70S 80S 60S എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ, ആ ഒരു യൂണിറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം, അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ. പിന്നെ ന്യൂക്ലിയസും ക്രോമസോംസും. ഈ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റിനും ഒരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയാം അല്ലെ. പിന്നെ അതിനകത്തൊരു ഫ്ലൂയിഡ് മാതിരത്തെ സാധനം, അത് ന്യൂക്ലിയോപ്ലാസം. ഇതിന്റെ അകത്ത് ഒരു സെന്ററിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സാധനം ഉണ്ട്, ന്യൂക്ലിയോലസ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ എൻവലപ്പിനകത്ത് എന്തുണ്ട്, കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ ഈ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന എന്തെങ്കിലും സാധനത്തിനകത്തോട്ടോ പുറത്തോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും വരണമെന്നുണ്ടെങ്കിലും ഒക്കെ അത് നടത്തുന്നത് ഈ ന്യൂക്ലിയർ പോർസിൽ കൂടെയാണ് അല്ലെ. അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ക്രോമസോംസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്റെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ക്രോമസോംസ് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് 4 ഡിഫറെന്റ് ടൈപ്സ് അല്ലെ. സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉള്ളത്. സെന്ററിലാണ് സെൻട്രോമിയർ എങ്കിൽ മെറ്റാസെൻട്രിക് അല്ലെ. സെൻട്രിൽ നിന്ന് അല്പം നീങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ സബ് മെറ്റാസെൻട്രിക്, ഒത്തിരി നീങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ആക്രോസെൻട്രിക്, ഒരറ്റത്താണെന്നുണ്ടെങ്കിലാണ് നമ്മൾ തന്നെ ടീലോസെൻട്രിക് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും ചിലപ്പോ ഉണ്ടല്ലോ, സെൻട്രോമിയറിന്റെ കേസ് ഒന്നും പറയണ്ടാവില്ല, നിങ്ങളോട് പറയും ഒരു ക്രോമസോമിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ക്രോമാറ്റിഡ്സ് ഉള്ളൂ, വേറെ ഭാഗത്ത് ക്രോമാറ്റിഡ്സ് ഒന്നും ഇല്ല, ആ ക്രോമസോം ഏതായിരിക്കും എന്നൊക്കെ ചോദിക്കും. ഒറ്റ സൈഡിൽ ക്രോമാറ്റിഡ്സ് ഉള്ളെങ്കിൽ അതെന്താ, ടീലോസെൻട്രിക് ആണ്. മുകളിലത്തെ ആം നഷ്ടപ്പെട്ടു പോയില്ലേ, കാരണം സെൻട്രോമിയർ കയറി അറ്റത്തോട്ട് വന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. പിന്നെ ആ ക്രോമസോമിനകത്ത് മറ്റൊരു കണ്ണ് പോലെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനം ഇല്ലേ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ അവിടെയുണ്ട്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട് ഈ ചാപ്റ്ററിൽ. സെൽ തിയറി പോലത്തെ ടോപ്പിക്സ് അറിയായിരിക്കും. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് 2 ആളുകളാണ്, ഷ്ലീഡനും അതുപോലെ തന്നെ ഷ്വാനും കൂടെ ചേർന്നിട്ടാണ്. അപ്പോ ഈ പറയുന്ന സെൽ തിയറിയിൽ പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെ ബോഡിയിലും സെല്ലുണ്ട് അല്ലെ. ഈ സെല്ലാണ് ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒമിനിസ് സെല്ലുല ഈ സെല്ലുല. അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഒമിനിസ് സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് പഴയതിൽ നിന്നിട്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അറിയും. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിർബന്ധമായിട്ടൊന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു തന്നതാണല്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങാതെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം വെച്ചേക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് ആ സ്റ്റേറ്റ്മെന്റിൽ ഓരോന്നിന്റെയും ചില ഭാഗത്ത് അണ്ടർലൈനിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. പോരാഞ്ഞിട്ട് ഇതെല്ലാം ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതും കൂടെ വേണം.
ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം തിരുത്തിയാൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അല്യൂറോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യും. സെൻട്രിയോൾസ് ആണ് നമ്മളുടെ സീലിയയുടെയും ഫ്ലജല്ലയുടെയും ബേസൽ ബോഡി ആയിട്ട് ഫോം ചെയ്യുന്നത്. റൈബോസോമിന് ചുറ്റും മെംബ്രെയിൻ ഇല്ല. ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്നത് RER ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതില് ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാമോ? ഇതിന്ന് 1 2 3 4 കൈ കൊണ്ട് കാണിച്ചാൽ മതി. ഇതിൽ ഏതൊക്കെയാ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? ട്രൂ ഓർ ഫോൾസ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെ? ശരി, ഇതിൽ ഏതൊക്കെയാ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? വായിച്ചു നോക്കൂ. 4 ട്രൂ ആണോ? 4 3 4 ട്രൂ ആണോ? ലിപ്പിഡാ ഇവിടെ കൊടുത്തേക്കണേ. ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്നത് RER ആണോ? 3 ഉണ്ടോ? 3 ശരിയാണോ? 3 ട്രൂ ആണോ? അതെ. റൈബോസോമിന് ചുറ്റും മെംബ്രെയിൻ ഇല്ല അല്ലെ? അതുകൊണ്ട് റൈബോസോംസ് പ്രോകാരിയോട്ട് പോലെയുള്ള ജീവജാലങ്ങളിലും കാണാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സി എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റാ. ഇനി ഇവിടെ ട്രൂ ഏതാ? സി ട്രൂ ആണ്. ഇനി ഇവിടെ ഒരെണ്ണം കൂടെ ട്രൂ ഉണ്ട്. വെരി ഗുഡ്. രണ്ടാമത്തെയും കൂടെ ട്രൂ ആണ് അല്ലെ? സെൻട്രിയോൾസ് ആണ് ഫ്ലജല്ലയുടെ സിലിയയുടെ ഒക്കെ ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബിയും സിയും ട്രൂ ആണെന്ന് കിട്ടി. എയിലും ഡിയിലും തെറ്റുണ്ട്. അല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അല്യൂറോ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഇന്നലെയാണ് മോണോകോട്ട് സീഡ് ഒക്കെ പഠിച്ചത്. അവിടെ അല്യൂറോൺ ലെയർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ആ അല്യൂറോയും ഈ അല്യൂറോയും ഒക്കെ സെയിമാ. അപ്പൊ അല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്ത് സാധനമാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണോ? അല്ല. എന്തെന്നാ? പ്രോട്ടീൻ ആണ്. ഈ അല്യൂറോ എന്ന് പറയുന്ന വാക്കില്ലേ, ഓൾവേസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ കേട്ടോ. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സിന് പകരം നിങ്ങൾ പ്രോട്ടീൻ എന്ന് മാറ്റി എഴുതണം. ഓക്കെ. പിന്നെ ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്നത് RER ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും അല്ല അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും? RER പകരം SCR ആക്കണം. ലിപ്പിഡ് മാറ്റാൻ പറ്റില്ല, കാരണം ലിപ്പിഡിന്റെ അണ്ടറിലല്ല അണ്ടർലൈനിങ് ഉള്ളത്, RER അവിടെയാ. അപ്പൊ ലിപ്പിഡ് അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? SCR ആണ് ലിപ്പിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ എയും ഡിയും ഫോൾസ് ആണ്, അത് നമ്മൾ തിരുത്തി എഴുതി. ബിയും സിയും ട്രൂ ആണെന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് അതും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ മറ്റേ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂളിന്റെ കേസിലും ഇതുപോലത്തെ ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അണ്ടർലൈനിങ് വന്നിട്ട് അതിൽ മിസ്റ്റേക്സ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത ഭാഗമാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ടത്, ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇതൊരു 2 1 മാർക്ക് ചോദ്യങ്ങളാണ്. ഒരു സിംഗിൾ mRNA ആയിട്ട് ഒത്തിരി റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തൊരു ചെയിൻ പോലെ അയാൾ അതിനെ വിളിക്കുന്ന പേരെന്താ? എന്തുവെച്ചാ അതിനെ വിളിക്കുക? ഒത്തിരി റൈബോസോം, സെവറൽ റൈബോസോം എന്ന് പറയുന്നുണ്ട്. അതാണ് അവിടുത്തെ ക്ലൂ. വെരി ഗുഡ് രോഹിത്. സെവറൽ റൈബോസോം എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്ലൂ. സെവറൽ എന്ന് നമ്മൾ ബയോളജിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അതങ്ങനെ എഴുതി വെച്ചാൽ ശരിയായി, ഉത്തരായി. പോളി റൈബോസോംസ് അല്ലെ? പോളി റൈബോസോമിന് തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പോളിസം. പോളി എന്ന് വെച്ചാൽ മെനി അല്ലെ? ഒത്തിരി റൈബോസോം എന്നുള്ളതാണ് ഈ പോളി റൈബോസോം കൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. ശരി, അടുത്തത് സെൻട്രോമിയറിന്റെ ആ ഒരു സർഫസിൽ ഡിസ്ക് ഷേപ്പിലുള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിന്റെ പേരെന്ത്? വെരി ഗുഡ് അർജുൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണു. സെൽ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സാധനം ഈ ഒരു വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാ. അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സെല്ലിന് 2 അറ്റത്ത് നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ കൊളുത്തുന്നത്, എന്നിട്ടാണ് പിടിച്ചു വലിക്കുക. അപ്പോഴാണ് ക്രോമസോം പിളർന്നിട്ട് 2 വശത്തോട്ട് വരുന്നത്. ആ കൊളുത്തുന്ന ഭാഗത്തിന്റെ പേരാണ് ഇവർ ചോദിക്കുന്നത്. ആൻസർ വരുന്നത് കൈനറ്റോകോർ എന്നാണ്. സെൻട്രോമിയറിൽ തന്നെ കാണുന്ന ഒരു നമ്മൾ ഈ ഫോണുമൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലെ സാധനം പണ്ട് ഉണ്ടാവുമായിരുന്നല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണിത്. അപ്പൊ സെൻട്രോമിയറിന്റെ അവിടെ തന്നെ ഡിസ്ക് ഷേപ്പിൽ ഇത് കാണും. അപ്പൊ സ്പിൻഡിൽ ഫൈബർ അറ്റത്തുനിന്ന് മുളച്ചു വരുമ്പോൾ ഈ കൈനറ്റോകോറിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റി വെക്കുക, എന്നിട്ടാണ് ക്രോമസോമിനെ വലിച്ച് അറ്റത്തോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ മറ്റേ ക്രോമസോമിനെ പറ്റി പറയാറുള്ളത്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത്, ഇവിടെ 2 ക്രോമസോമിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ എയും ബിയും നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇനി ബി ചോദ്യം എന്താ? ടെർമിനൽ സെൻട്രോമിയർ ഉള്ള ക്രോമസോമിന്റെ പേര് എഴുതുക. അപ്പൊ ആദ്യം എ ഐഡന്റിഫൈ ചെയ്യും. എന്താ എന്റെ ആൻസർ ആയിട്ട് വരിക? എന്താ? സെൻട്രോമിയറിന്റെ പൊസിഷൻ വെച്ചിട്ട് വേണം പറയാനായിട്ട്. മെറ്റാസെൻട്രിക് ആണ് അല്ലെ? വെരി ഗുഡ്. മെറ്റാസെൻട്രിക് സാറ്റലൈറ്റ് ക്രോമസോം എന്നൊക്കെ എഴുതുന്നതിന്റെ വിഷയമില്ല. കാരണം എന്താ, ഇവിടെ ഒരു കുഞ്ഞ്
ഉള്ളിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഈ ഭാഗത്തെയാണ് നമ്മൾ, ഞാൻ ഈ കൈവച്ചേക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റാസെൻട്രിക് എന്ന് മാത്രം എഴുതിയാൽ പോരല്ലോ എന്നൊക്കെയുള്ള ചിന്തയുള്ള കുട്ടികൾക്ക് മെറ്റാസെൻട്രിക് സാറ്റലൈറ്റ് ക്രോമസോംസ് എഴുതാം. ഇനി ബി എന്താ, ഒത്തിരി അങ്ങോട്ട് നീങ്ങിപ്പോയില്ലേ സെൻട്രോമിയർ അല്ലെ, ഒരുപാട് നീങ്ങിയിട്ടുണ്ട്. അപ്പൊ സബ് മെറ്റാസെൻട്രിക് അല്ല, ഇത് ആക്രോസെൻട്രിക് ആണ്. ഓക്കെ, വെരി ഗുഡ് അർജുൻ. ഇനി ക്രോമസോമില് ടെർമിനൽ സെൻട്രോമിയർ ഉള്ളത് ആർക്ക്? ടെർമിനൽ ആരാ? ടെർമിനൽ സെൻട്രോമിയർ ടീലോ സെൻട്രിക് അല്ലെ. ടെർമിനലിന്റെ ടീം ടീലോ സെൻട്രിക്കിന്റെ ടീം മറന്നുപോയല്ലേ, കണക്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ബാക്കി എല്ലാ ഷേപ്സും ഞാനിവിടെ ജസ്റ്റ് ഇത് നിങ്ങൾ വരയ്ക്കാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വെച്ചതാ. ഓക്കെ, സെന്ററിൽ വരികയാണെങ്കിൽ മെറ്റാസെൻട്രിക്, അല്പം കൂടെ മുകളിലോട്ട് നീങ്ങുകയാണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്, കുറച്ചും കൂടെ അധികമായിട്ട് നീങ്ങുകയാണ്. അപ്പൊ എന്ത് പറ്റും, ഒരു ആം ഭയങ്കര വലുതും ഒരു ആം ഇച്ചിരി കൊള്ളമുള്ളൂ, അങ്ങനെയായിട്ട് മാറും. അതാണ് ആക്രോസെൻട്രിക്. ഒരിടത്ത് ആമേ ഇല്ലാത്തത്, ആം എന്ന് വെച്ചാൽ ആ ക്രോമാറ്റിഡുകൾ കേട്ടോ, ആമേ ഇല്ലാത്തതാണ് ടീലോസെൻട്രിക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ ഈ ഷേപ്പ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം, ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോ വരയ്ക്കാൻ ചോദിക്കും നിങ്ങളോട് തന്നെ വരച്ച് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും ചിലപ്പോ കേട്ടോ. അപ്പൊ ഒന്ന് ഓർക്കുക. അടുത്തത് ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് ചെറിയ സ്പെറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്പിയർ ഷേപ്പിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന്റെ പേരെന്താ? പ്ലസ് ഈ ന്യൂക്ലിയർ എൻവലപ്പില് കുഞ്ഞു ഓപ്പണിങ്സ് ഉണ്ട്, അതിന്റെ പേരെന്താ? അതിന്റെ ഫംഗ്ഷൻ എന്താ? മക്കളെ, ആരോ ഒരാള് ചാറ്റ് ബോക്സിൽ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു, അത് ശരിയാണോ? അല്ല. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നതും ഇവിടത്തെ ആൻസറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടത്തെ ആൻസർ ഇപ്പൊ എല്ലാരും പറയുന്നത് ന്യൂക്ലിയോ ലൈ അല്ലെങ്കിൽ ന്യൂക്ലിയോ ലസ്, രണ്ടും എഴുതാം. ഇതിന്റെ ആൻസർ വരുന്നത് ന്യൂക്ലിയോ ലസ് എന്നാണ്. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിന്റെ റീജിയൻ, ന്യൂക്ലിയർ റീജിയൻ, അത് വ്യക്തത ഇല്ലാത്തൊരു റീജിയൻ അല്ലേ, മെംബ്രെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ ചുമ്മാ അങ്ങനെ കച്ചാനും കിടക്കിയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഇതിന്റെ ആൻസർ ന്യൂക്ലിയോയിഡ് അല്ല, ആ ന്യൂക്ലിയോയിഡ് കാണുന്നത് പ്രോകാരിയോട്ടിൽ മാത്രം. ഇതിന്റെ ആൻസർ വന്നിട്ട് ന്യൂക്ലിയോ ലസ്. ശരി, ബിന്റെ ആൻസർ എൻവലപ്പിലുള്ള ഓപ്പണിങ്സ് എന്താ പറഞ്ഞതാണ് ഞാൻ നേരത്തെ, ന്യൂക്ലിയർ പോർ അല്ലെ. ന്യൂക്ലിയർ പോറിൽ കൂടെയാണ് എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുടെ ന്യൂക്ലിയസിനകത്തോട്ട് വരണമെങ്കിലോ എന്തെങ്കിലും വസ്തുക്കൾ വെളിയിലോട്ട് പോകണമെങ്കിലോ അതിനെ നിയന്ത്രിക്കുന്നതും എൻട്രി ആൻഡ് എക്സിറ്റ് സാധ്യമാക്കുന്നതും ഈ ന്യൂക്ലിയർ പോർസ് ആണ് കേട്ടോ. ഇനി എന്ത് സാധനമാണ് മൂവ് ചെയ്യണത് എങ്ങാനും ചോദിച്ചാലുണ്ടല്ലോ, RNAയും പ്രോട്ടീനും, ഇതാണ് മെയിൻ ആയിട്ട് മൂവ് ചെയ്യുക കേട്ടോ. RNAയും പ്രോട്ടീനും ആണ് വെളിയിലോട്ടും അകത്തോട്ടൊക്കെ മൂവ്മെന്റ് നടക്കുന്നത്. ഈ RNA നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 10ലൊക്കെ, പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി mRNA ഇറങ്ങി പോകുന്നത് ന്യൂക്ലിയസിൽ നിന്നല്ലേ, ആ RNA ആണ് ഈ RNA കേട്ടോ. അപ്പൊ എങ്ങാനും ചോദിക്കുക എന്ത് സാധനമാണ് ന്യൂക്ലിയർ പോറിൽ കൂടെ പോവാന്ന് ചോദിച്ചാൽ RNA പ്രോട്ടീൻ ഓർക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് സെൽ തിയറിയുടെ. ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്? ഓമിനസ് സെല്ലുല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓമിനസ് സെല്ലുല, ഈ സെല്ലുല എന്ന് വെച്ചാൽ എന്താ, മെയിൻ ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകൾ സെൽ തിയറിയുടെ. ആരാ പ്രപ്പോസ് ചെയ്തത്? ഫുൾ പേരൊന്നും പറയണോന്ന് ഞാൻ പറയില്ല. അരെ വാ, ചാറ്റ് ബോക്സിൽ ആരോ പറയുന്നു റുഡോൾഫ് വിർച്ചോ. കുന്തം. എടാ, ഉത്തരം തെറ്റിക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. നല്ല സിറ്റപ്പ് ഒക്കെ ആയിരിക്കും പണിഷ്മെന്റ് ആയിട്ട് തരിക. എടാ, റുഡോൾഫ് വിർച്ചോല്ലേ, ഇവര് പറഞ്ഞ കാര്യത്തെ മോഡിഫൈ ചെയ്ത ആളാണ് റുഡോൾഫ് വിർച്ചോ. അല്ലാതെ റുഡോൾഫ് വിർച്ചോയ്ക്ക് ഇതുമായിട്ട് നേരിട്ട് അങ്ങനെ വലിയ ബന്ധമില്ല. ഷ്ലീഡനും ഷ്വാനും, MJ ഷ്ലീഡൻ, മത്തിയാസ് J ഷ്ലീഡനും തിയോഡർ ഷ്വാൻ, 2 പേരാണ്. ഇവരുടെ ഫുൾ നെയിം ഒന്നും ദയവേത് നിങ്ങൾ ഓർക്കണ്ട, ഷ്ലീഡനും ഷ്വാനെന്ന് ഓർത്താൽ മതി. അവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം വന്നിട്ട്, എന്താണ് ഓമിനിസ് സെല്ലുല ഈ സെല്ലുല? ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ഓമിനിസ് സെല്ലുല ഈ സെല്ലുല, പഴയ സെല്ല് പുതിയ സെല്ലായിട്ട് മാറും അല്ലേ. എന്ന് വെച്ചാ പുതിയതായിട്ട് എത്ര സെല്ല് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും ആദ്യം ഒരു സെല്ല് വേണം. ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ 2 ബേസിക് കോൺസെപ്റ്റ് എന്താ? എല്ലാ ജീവജാലങ്ങളുടെ ബോഡിയിലും സെല്ലുണ്ട്. ആൻഡ് ഈ സെൽസ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം ഒരു പോയിന്റും കൂടെ ചേർക്കാം, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന്. അതും വേണമെങ്കിൽ ഈ ഒരു 2 പോയിന്റിന്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ.
ഇത് 8 മുതൽ പഠിക്കുന്നല്ലേ നിങ്ങള്? ആ ശരി ശരി. ഇനി സെൽ മെംബ്രെയിനിന്റെ ഒരു അക്സെപ്റ്റഡ് മോഡൽ പ്രപ്പോസ് ചെയ്തതാണ് സിംഗറും നിക്കോൾസണും കൂടെ. ഈ മോഡൽ ഏതാ? മോഡലിനകത്ത് ബൈലെയർ ആകുന്ന കോമ്പോണന്റ് ഏതാ? 2 ടൈപ്പ് പ്രോട്ടീൻ ഏതാ? ഇതിപ്പോ ഓൾറെഡി ഈ പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേര് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ചിലപ്പോ പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേരായിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പൊ സിംഗറും നിക്കോൾസണും പഠിച്ചു വെക്കണം കേട്ടോ. സിംഗർ ആൻഡ് നിക്കോൾസൺ. ശരി, മോഡലിന്റെ പേരെന്താ? മോഡലിന് ഒരൊറ്റ പേരുള്ളൂ. എന്നിട്ടാ പഠിച്ചേക്കണേ എന്താ? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അല്ലേ? ഇനി ബൈലെയർ ഫോം ചെയ്യുന്ന കോമ്പോണന്റ് ഏതാ? ബൈലെയർ, 2 ലെയറുകൾ. ലിപ്പിഡ് അല്ലേ? വെരി ഗുഡ്. ലിപ്പിഡിന്റെ ആണ് ബൈലെയർ ഫോം ചെയ്യുന്നത്. വെരി ഗുഡ് മേരി. ഇനി 2 പ്രോട്ടീൻസ് ഏതൊക്കെ? 2 പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പെരിഫറൽ പ്രോട്ടീനും ഒരെണ്ണം ഇന്റഗ്രൽ പ്രോട്ടീനുമാണ് കേട്ടോ. പെരിഫറൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ലിപ്പിഡിന്റെ ലെയറിന്റെ സർഫസിൽ തന്നെ കാണുന്ന പ്രോട്ടീൻസ്, അത്ര ആഴത്തിൽ ഇരിക്കുന്നില്ല, അങ്ങനെ സർഫസിൽ തന്നെ കാണുന്ന പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആഴത്തിൽ ഡീപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയാ. ഇതിനെ എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് വിളിക്കാം കേട്ടോ. ഈ പെരിഫറൽ പ്രോട്ടീൻസിനെ എക്സ്ട്രിൻസിക്, പുറത്തുള്ളത് പ്രോട്ടീൻ, ഇന്റഗ്രൽ പ്രോട്ടീൻസിന് പകരം ഇൻട്രിൻസിക് പ്രോട്ടീൻ, അകത്തുള്ള പ്രോട്ടീൻ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വിഷയമില്ല, 2 പേര് എഴുതിയാലും വിഷയമില്ല കേട്ടോ. ഒരു സാൻഡ്വിച്ച് പോലത്തെ മോഡലാണ് ഇവർ പ്രപ്പോസ് ചെയ്തേക്കണേന്ന് ഓർത്ത് വെക്കണം. സാൻഡ്വിച്ചിൽ 2 ബ്രെഡ് ഉണ്ടാവും, ഇടയിൽ ഒരു ഫില്ലിംഗ് ഉണ്ടാവും. അതുപോലെ ഇവിടെ 2 ലിപ്പിഡ് ലെയർ ഉണ്ടായിരിക്കും, ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് ആരുണ്ടായിരിക്കും? പ്രോട്ടീൻ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ പ്ലാസ്മ മെംബ്രെയിനില് നമ്മൾ പ്രോകര്യോട്ടിക് സെല്ല് പഠിക്കുന്നുണ്ട്. പ്ലാസ്മ മെംബ്രെയിനില് ചില സ്പെഷ്യൽ ആയിട്ടുള്ള മെംബ്രേനിയസ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീസോസോം ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് മീസോസോംസ് ഉണ്ട്. 3 എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഡിഫറെന്റ് ഫോംസിന്റെ പേര് എഴുതുക. മീസോസോമിന്റെ ഫംഗ്ഷൻ എഴുതുക. 3 ഫോംസിന്റെ പേര് ഓർക്കുന്നുണ്ടോ? പ്രോകര്യോട്ടിക് സെല്ല് വരയ്ക്കില്ലേ എപ്പോഴും? വരയ്ക്കുമ്പോഴല്ല, നമ്മൾ എവിടെ നോക്കിയാലും പ്രോകര്യോട്ടിക് സെല്ലിന്റെ സെൽ മെംബ്രെയിൻ അകത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ അകത്തോട്ടുള്ള ഇൻഫോൾഡിങ്ങിനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുക. 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ട്യൂബ്യൂള്, ഓക്കെ വെരി ഗുഡ്. വെസിക്കൽ, വെരി ഗുഡ്. ഒരെണ്ണം കൂടെ കണക്ഷൻ മാതിരി ഇരിക്കുന്നത് ലാമെല്ല അല്ലെ? 3 ടൈപ്പാണ്. ഏതൊക്കെയാണ്? വെസിക്കിൾസും ട്യൂബ്യൂൾസും ലാമെല്ലയും. ഈ 3 ഫോമിൽ ഏതെങ്കിലും ഫോമിലായിരിക്കും ഇത് ഇരിക്കുന്നുണ്ടായിരിക്കുക. ഇതിന്റെ ഫംഗ്ഷൻ ഇപ്പൊ ഇവിടെ നിങ്ങളോട് ഒരു ഫംഗ്ഷൻ എഴുതാനേ പറയുന്നുള്ളൂ. ഞാൻ ഇവിടെ ഒരു 5-6 ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 1-2 എണ്ണം, എപ്പോഴും പറയുന്ന പോലെ 4 എണ്ണം പഠിച്ചു വെക്കുക. സെല്ല് വോൾ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. DNA റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിന്റെ ഡോട്ടർ സെൽസ് ഉണ്ടാവുമ്പോൾ സെൽ ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന പുതിയ സെൽസിലോട്ട് കൊടുക്കുകയും കൂടെ വേണം. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. റെസ്പിറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു 3-4 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മാക്സിമം 4 പോയിന്റ്സ് മീസോസോമിന്റെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതുവരെ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള നിർവാഹമുള്ളൂ. നമ്മൾ ഇനി 2ാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾ, അതിലെ നോട്ട്സ് കിട്ടും. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ചാപ്റ്ററിന്റെ അണ്ടറിലും ഞാനൊരു 10-20 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇപ്പൊ ഇവിടെ ചെയ്യിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യമൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കണം ഈ PPT കേട്ടോ. അടുത്ത ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് അല്ലെ? കെമിസ്ട്രി പരീക്ഷ എഴുതിയേക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഇത് എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കെമിസ്ട്രി ആയതുകൊണ്ട്. അപ്പോൾ ബയോമോളിക്യൂൾസിൽ ഉറപ്പായിട്ടും പറയണേ, സ്ട്രക്ചർ എല്ലാം പഠിക്കണം. സ്ട്രക്ചർ വരയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചിലപ്പോൾ വല്ല അമിനോ ആസിഡ് ഒക്കെ വരയ്ക്കാനേ വരുള്ളൂ. പക്ഷെ ഐഡന്റിഫൈ ദ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടമാനം ചോദ്യങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതിയടാ. എന്താ ഞാൻ പറഞ്ഞത്? മറന്നുപോയി. അപ്പോ സ്ട്രക്ചർ നിങ്ങളുടെ അടുത്തില്ലേ, അവര് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന അമിനോ ആസിഡ് മുതൽ ലാസ്റ്റ് എൻസൈം വരെയുള്ള എല്ലാ ചിത്രങ്ങളും, അതിന് 2-3 ഗ്രാഫ് ഒക്കെ ഉണ്ട്. 2-3 ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എൻസൈമിന്റെ ഒരു നോർമൽ ഗ്രാഫ് ഉണ്ട്, പിന്നെ ആക്ടിവിറ്റി കാണിക്കുന്ന pH, ടെമ്പറേച്ചർ, അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ? അപ്പൊ ആ ഗ്രാഫ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അമിനോ ആസിഡിനകത്ത് ഒരു കാർബണേ ഉള്ളൂ. 4 വാലൻസി ഉള്ള കാർബണിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും,
ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് വേരിയബിൾ ഗ്രൂപ്പാണ്, അത് R എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ഇതാണ് ജനറൽ ഫോർമുല. ഈ R-ന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ H വരാം, CH3 വരാം, CH2OH വരാം, എന്ത് വേണമെങ്കിലും വരാം. ഈ R-ന്റെ സ്ഥാനത്ത് എന്ത് വരുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് പേരിടുന്നത്. ഇത് മാത്രമല്ല, ഓരോ അമിനോ ആസിഡിലും എത്ര കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്, ന്യൂട്രൽ അമിനോ ആസിഡ് എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നുണ്ട്. പിന്നെ 2 സ്മെല്ലുള്ള അരോമാറ്റിക് അമിനോ ആസിഡ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഫീനൈൽ അലാനിനും അതുപോലെ തന്നെ ടൈറോസിനും ഒക്കെ. അപ്പൊ അതൊന്നും 2 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഈ അമിനോ ആസിഡുകൾ പലത് പെപ്റ്റോയിഡ് ബോണ്ട് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് പ്രോട്ടീൻ. പ്രോട്ടീനെ 4 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ലീനിയർ ചെയിൻ മാതിരി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് അതിന്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹെലിക്സ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കില്ലേ ഷോളിന്റെയും ഇതിന്റെ ഒക്കെ, അതുപോലെ പ്ലീറ്റ്സ് ആയിട്ടോ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഉണ്ട ഉരുട്ടി ഒരു ഗോളം പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെറിഷറി സ്ട്രക്ചർ എന്ന് വിളിക്കും. ഒന്നിലധികം പ്രോട്ടീനുകൾ ചേർത്ത് വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ അത് ക്വാർട്ടർണറി സ്ട്രക്ചറായി അല്ലേ. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക, നമ്മളുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനും ആനിമൽസിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്ന 2 പ്രോട്ടീന്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, കൊളാജനും റുബിസ്കോ. ഇത് 2 ഓർത്ത് വെച്ചേക്കണം. പ്രത്യേകിച്ച് റുബിസ്കോന്റെ ഫുൾ ഫോം, കാരണം ഈ റുബിസ്കോ മറ്റു ചാപ്റ്ററിൽ വരുന്നുണ്ട്, റെസ്പിറേഷന്റെ ചാപ്റ്ററില്ലേ അതിൽ വരുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ യൂണിറ്റുകളാണ് അല്ലെ. CnH2nOn ഇതാണ് അവരുടെ ജനറൽ ഫോർമുല വന്നിട്ട്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒരു കാർബോഹൈഡ്രേറ്റിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർബോഹൈഡ്രേറ്റിനകത്ത് ഒത്തിരി എണ്ണം സാക്രൈഡ് യൂണിറ്റ്സ് ചേർന്നുണ്ടാവുന്നത് പോളിസാക്രൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. ഇനി ഒരെണ്ണമേ ഉള്ളൂ, ഒരു സാക്രൈഡ് യൂണിറ്റേ ഉള്ളൂങ്കിൽ മോണോസാക്രൈഡ്, 2 ഉണ്ടെങ്കിൽ ഡൈസാക്രൈഡ്, അങ്ങനെയാണ് വിളിക്കുക. ന്യൂക്ലിക് ആസിഡ്സ്, ഇത് DNA-യും RNA-യും, ഇത് 2ന്റെയും ഫുൾ ഫോം പഠിക്കണം. 4 നൈട്രജൻ ബേസ് ആണ് ഓരോന്നിലും ഉള്ളത്. DNA-ൽ അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെ 4. RNA-ൽ ഈ തൈമിന്റെ സ്ഥാനത്ത് യുറാസിൽ വരുന്നു. ഇതിനകത്ത് ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, 5-6 എണ്ണത്തിന്ന് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. ഈ മെറ്റബോളൈറ്റ്സ് ചിലത് നമ്മളുടെ ബോഡിക്ക് ഉപകാരപ്പെടുന്നതാണ്, ചിലത് ബോഡിക്കില്ല, എൻവയോൺമെന്റലി അവൈലബിൾ ആയിട്ടുള്ളതാണ് 2ാമത്തെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ആണ് എൻസൈംസ്. എന്താണ് എൻസൈം എന്നുള്ളത് അറിയണം. എൻസൈമിന്റെ ബോഡി കാണുന്ന ഒരു ഗ്യാപ്പ് പോലത്തെ സ്ഥലമുണ്ട്, അതാണ് ആക്റ്റീവ് സൈറ്റ്. അവിടെയാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തത്. കൃത്യമായിട്ടൊരു സബ്സ്ട്രേറ്റ് ഈ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി നടക്കുകയുള്ളൂ, അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. ഇനി എൻസൈമിന്റെ ഈ ഒരു ബോഡിയിൽ 2 പാർട്സ് ഉള്ളത്, പ്രോട്ടീൻ പാർട്ട് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടാണ് എന്ത് കോഫാക്ടർ എന്ന് പറയുന്നത്. 3 തരത്തിലെ കോഫാക്ടേഴ്സ് ഉണ്ട്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, അതുപോലെ തന്നെ മെറ്റൽ അയോൺസ്. ഓരോന്നിനും 1-2 എക്സാമ്പിൾ അറിഞ്ഞു വെക്കണം. ഇതില് ഈ അപ്പോ എൻസൈമിന് ഏറ്റവും ഇഷ്ടം പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനോടാണ്, കുറവ് ഇഷ്ടം മെറ്റൽ അയോണിനോടാണ് അല്ലെ. പിന്നെ എൻസൈമിന്റെ ക്ലാസസ് ഒരു ടിപ്പിക്കൽ റിപ്പീറ്റഡ് ചോദ്യമാണ്. 6 ക്ലാസസ്. ഓക്സിഡേഷൻ റിഡക്ഷനെ സഹായിക്കുന്നത് ഓക്സിഡോ റിഡക്ടേസസ്, ഒരു ഗ്രൂപ്പ് ഇവിടെ നടത്ത് അപ്പുറത്ത് വെക്കുക. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പിങ്ങിന് വേണ്ടി സഹായിക്കുന്നത് ട്രാൻസ്ഫറേസസ്. ഐസോമേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നത് ഐസോമറേസസ്. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോലിസിസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹൈഡ്രോലിസിസ്. ഹൈഡ്രോലിസിസ് ഉപയോഗിക്കാതെ നമുക്ക് ബോണ്ട് ബ്രേക്കിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലയേസസ്. ഗ്രൂപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഗേസസ്. അങ്ങനെ ഒരു 5-6 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് പഠിച്ചു വെക്കുക. എൻസൈമിന്റെ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, pH, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. pH-ഉം ടെമ്പറേച്ചറിലും മെയിൻ ആയിട്ട് അറിയേണ്ടത് ഓപ്റ്റിമം എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ഓപ്റ്റിമം ടെമ്പറേച്ചറും ഓപ്റ്റിമം pH-ഉം. ഈ ഒപ്റ്റിമത്തിലായിരിക്കും ഈ എൻസൈമിന് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാവുക. ഒപ്റ്റിമത്തിന് ശേഷമോ ഒപ്റ്റിമത്തിന് മുൻപോ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയുക ചെയ്യുക, അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുക ചെയ്യേണ്ടായിരിക്കും. പിന്നെ കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, സബ്സ്ട്രേറ്റിനോട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി എന്തും കൂടെ വേണം, എൻസൈമും കൂടെ വേണം. എൻസൈമിനനുസരിച്ചിട്ടാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് കൂടെ അറിഞ്ഞു വെക്കുക കേട്ടോ. ഗ്രാഫ് അടക്കം പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, കാർബോഹൈഡ്രേറ്റ് ഷുഗർ ആണെങ്കിൽ പ്രോട്ടീൻ എന്ത്? കാർബോഹൈഡ്രേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഷുഗർ അല്ലെങ്കിൽ സാക്കറൈഡ് ആണെങ്കിൽ പ്രോട്ടീനകത്ത് എന്ത്? അതൊരു ചോദ്യം. എന്തുച്ചാ പ്രോട്ടീനകത്ത് ഉള്ളത്?
കാർബോഹൈഡ്രേറ്റിലെ ഷുഗർ പോലെ അമിനോ ആസിഡ് ആണ് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കുറെ സാക്കറൈഡ് യൂണിറ്റ്സ് ആണ്. സാക്കറൈഡ് മീൻസ് ഷുഗർ യൂണിറ്റ്സ് ആണ്. അതുപോലെ പ്രോട്ടീനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അമിനോ ആസിഡ്സ് കേട്ടോ. ഇനുലിൻ എന്തിന്റെ പോളിമർ ആണ്? ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു ചോദ്യമായിട്ട് പറയുന്ന നിങ്ങളുടെ അടുത്ത്. ഫ്രക്ടോസിന്റെ മോളിക്യൂൾസ് ഇല്ലേ, ഒരുപാടെണ്ണം ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പോളിമർ ആണ് ആര്? ഇനുലിൻ. അതുപോലെ ഗ്ലൈക്കോജൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട് പുസ്തകത്തിനകത്ത്. എല്ലാ പോളിമേഴ്സിന്റെ മോണോമർ യൂണിറ്റും അറിഞ്ഞു വെക്കണം. ഈ ഒരു ബയോ മോളിക്യൂൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ക്ലൂ അവർ തരുന്നുണ്ട്, ഫാറ്റിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. പുസ്തകം നോക്കാതെ പറയൂ, ഇതാരാ? തെറ്റി, ശിക്ഷ വേണ്ടടാ. എടാ കണ്ണ് തുറന്ന് നോക്ക്, ക്ലൂ ആ ഇതിനകത്തുണ്ട്. എന്നിട്ട് എന്നെ പറയാ സ്ട്രക്ചറിനകത്തുണ്ട്. ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ ആരാണോ എന്തോ ഇതെല്ലാം. എടാ പി കണ്ടോ ഇവിടെ? പി, വാട്ട് ഈസ് പി? ഇത് പോയി പി അറിയില്ല എന്നാവട്ടെ. ഇപ്പൊ ഫോസ്ഫോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്, ഇതുകൊണ്ടാണ് ഇവിടെ പി വെച്ചേക്കുന്നത്. സോ ഇതൊരു ഫോസ്ഫോലിപ്പിഡ് ആണ് അല്ലേ? ഫോസ്ഫോലിപ്പിഡ് ആണ്. ആകെ ഒരേ ഒരു ഫോസ്ഫോലിപ്പിഡേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഏത് ഫോസ്ഫോലിപ്പിഡ്? ലെസിത്തിൻ അല്ലേ? അടുത്തത് പ്രോട്ടീൻ ഒരു ഹെറ്ററോ പോളിമർ ആണ്, ഒരു ഹോമോ പോളിമർ അല്ല. കാരണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. പ്രോട്ടീൻ ഹെറ്ററോ പോളിമർ ആണോ? അല്ലയോ? അതെ. ഹെറ്ററോ പോളിമർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്താ പറയുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡ് ആവശ്യമാണ് അല്ലേ? നമ്മൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കയ്യിൽ 20+ അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചേർത്ത് വെക്കാം. മീൻസ് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ സെയിം അമിനോ ആസിഡിനെ റിപ്പീറ്റഡ് ആക്കി വെച്ചിട്ടല്ല ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുക. അപ്പൊ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ എ തന്നെ ഒരു 10 വെച്ചിട്ടല്ല നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് കളക്ട് ചെയ്യുന്നു. ആ ഓരോ അമിനോ ആസിഡിനെയും പെപ്റ്റൈഡ് വെച്ച് നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. സോ പ്രോട്ടീനകത്ത് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ് ആർ ഡിഫറെന്റ്. അവിടെയുള്ള മോണോമർ യൂണിറ്റ്സ് വ്യത്യസ്തമായതുകൊണ്ടാണ് ഹെറ്ററോ പോളിമർ എന്ന് വിളിക്കുക. ഹെറ്ററോ വ്യത്യസ്തം, ഹോമോ സെയിം അല്ലെ? അപ്പൊ ഹെറ്ററോ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അമിനോ ആസിഡ്സ് ഉള്ളത് കൊണ്ടാണ്. 2 മാർക്കാണ് കേട്ടോ. അപ്പൊ അത് എഴുതണം. കമ്പോസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് റാദർ ദാൻ എ സിംഗിൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്. സിംഗിൾ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അമിനോ ആസിഡ് റിപ്പീറ്റ് ചെയ്ത് വന്നതിനും പകരം ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളത് എഴുതുക കേട്ടോ. യെസ്. അടുത്ത ചോദ്യം ക്ലിക്ക് ചെയ്യോ. അടുത്ത ചോദ്യം ഈസ് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബയോ മാക്രോ മോളിക്യൂൾ ഏത്? എ ചോദ്യം. ബി ചോദ്യം, ന്യൂക്ലിക് ആസിഡിനകത്ത് ഫോസ്ഫേറ്റിനും ഷുഗറിന്റെ ഹൈഡ്രോക്സി ഗ്രൂപ്പിനും ഇടയിലുള്ള ബോണ്ട് ഏത്? എന്റെ ആൻസർ എന്താ? ആദ്യം എന്റെ ആൻസർ പറയും. പറഞ്ഞോളൂ. പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്താൽ എന്തുണ്ടാവും? പ്രോട്ടീൻ ഉണ്ടാവും അല്ലേ? ഓക്കെ ഫൈൻ. ഇനി ഇത് പറഞ്ഞേ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഷുഗറിന്റെ അതും ഫോസ്ഫേറ്റും തമ്മിലുള്ള കണക്ഷൻ, ആ ബോണ്ട് ഏതാ? ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്ന സമയത്ത് അല്ല 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 ബോണ്ട് മക്കളെ, ബോണ്ടിന്റെ പേരാടാ ചോദിക്കുന്നത്. നെയിം ദ ബോണ്ട് അല്ലേ? അറിഞ്ഞുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ഈ അറിയില്ലാത്തമായിരുന്ന ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരെണ്ണം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടല്ലോ ഷുഗറിന്റെ, അതും ഫോസ്ഫേറ്റും തമ്മിൽ ബോണ്ട് ചെയ്തേക്കുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ വെച്ചിട്ടാ. ന്യൂക്ലിക് ആസിഡിനകത്ത് DNA RNA അതില്. ഓക്കെ, ശരി. അടുത്തത് 2 ടൈപ്പ് മെറ്റബോളൈറ്റ്സ് ഉണ്ട് സെല്ലില്. അതേതൊക്കെ? ഓരോന്നിനും എക്സാമ്പിൾ എഴുതുക. ഏതാ 2 ടൈപ്പ് മെറ്റബോളൈറ്റ്സ്? ആകെ 2 പഠിക്കാനുള്ളൂ അല്ലേ? 2 ടൈപ്പ് മെറ്റബോളൈറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിസിയോളജിക്കൽ പർപ്പസ് ഉള്ളതും ഇക്കോളജിക്കൽ പർപ്പസ് ഉള്ളതും. ഏതൊക്കെ? പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും. പ്രൈമറിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റൂ? പ്രൈമറി മീൻസ് ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളവരാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോളജിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ്.
ഇപ്പൊ ഫിസിയോളജിക്കലി എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള മെറ്റബോളൈറ്റ്സ് ആണ് പ്രൈമറി. അപ്പൊ നിങ്ങൾക്ക് എൻസൈം എഴുതാം, പ്രോട്ടീൻ എഴുതാം, അമിനോ ആസിഡ് എഴുതാം, കാർബോഹൈഡ്രേറ്റ് എഴുതാം, എന്തും എഴുതാം. പ്രൈമറിയുടെ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. സെക്കൻഡറിയുടെ എക്സാമ്പിൾ എന്ത് എഴുതും? വെരി ഗുഡ്. സെക്കൻഡറിയുടെ എക്സാമ്പിൾ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതെന്തെങ്കിലും എഴുതിക്കോളാം. ടെർപീൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രഗ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആൽക്കലോയിഡ്സ്, ഗമ്മ്, റെസിൻ, ഇതേമാതിരി എന്ത് സാധനം വേണേലും എഴുതാം. ഈ ഒരു പെട്ടി കണ്ടോ നിങ്ങൾ? ഇത് അതേമാതിരി ഒരു പെട്ടിയാ. ഈ സെക്കൻഡറി ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അതിനൊപ്പം ഞാൻ പ്രൈമറിയും കൂടെ വെച്ചു എന്നുള്ളതാ. കണ്ടോ? ഇതിൽ ഏത് വേണമെങ്കിലും പ്രൈമറിയിൽ പെടും. ഇതെല്ലാം നമ്മുടെ ബോഡിയിലുള്ളതല്ലേ, അമിനോ ആസിഡ്സും എൻസൈംസും വിറ്റമിൻസ് ഒക്കെ. അപ്പോൾ ആ ഫിസിയോളജിക്കൽ പർപ്പസിലുണ്ട് അവരെല്ലാവരും പ്രൈമറി. സെക്കൻഡറി കണ്ടോ? ആൽക്കലോയിഡ്സ്, ഇസെൻഷ്യൽ ഓയിൽ, ടോക്സിൻസ്, ലെക്റ്റിൻസ്, ഡ്രഗ്, പോളിമറിക് സബ്സ്റ്റൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെക്കൻഡറിയിൽ പെടും കേട്ടോ. നമ്മൾ കുന്തിരിക്കെന്നൊക്കെ പറഞ്ഞ് പോക്കുന്ന സാധനമല്ലേ, അതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ നമ്മള് തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഓയിൽസ് ഒക്കെ മേടിക്കില്ലേ, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ഓയിൽസ് ആണ് എസെൻഷ്യൽ ഓയിൽസ്, അതും സെക്കൻഡറിയാണ്. ഓക്കെ, അടുത്തത് ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് കണ്ടുപിടിക്കണം. മാക്രോമോളിക്യൂൾ അല്ല ലിപ്പിഡ് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് സെല്ലുലോസ് ഒരു പോളിസാക്കറൈഡ് അല്ല. ഇതിലേതാണ് റോങ്? ഐഡന്റിഫൈ ചെയ്യാനേ പറയുന്നുള്ളൂ, എന്നിട്ട് കറക്റ്റ് ചെയ്യണം. പറയൂ, റോങ് ഏതാ? എ ആണോ ബി ആണോ? ലിപ്പിഡ് ഒരു മാക്രോമോളിക്യൂൾ അല്ല. ലിപ്പിഡിന്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്, RCOOH, ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മാക്രോമോളിക്യൂൾ ആവണമെന്ന് നിർബന്ധമില്ല. ലോങ് ലിപ്പിഡ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ തന്നെ പഠിക്കേണ്ട 20 കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ള കാർബൺ അടങ്ങിയിട്ടുള്ള ലിപ്പിഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. സോ സംടൈംസ് മാക്രോമോളിക്യൂൾ ആവുന്നുണ്ട്, പക്ഷെ എപ്പോഴും അല്ല. അതുകൊണ്ട് എ ശരിയാണ്, ബി ആണ് തെറ്റ്. സെല്ലുലോസ് ഒരു പോളിസാക്കറൈഡ് അല്ല എന്നുള്ളതാണ് തെറ്റ്. ശരിക്കും സെല്ലുലോസ് എന്താണ്? ഒരു പോളിസാക്കറൈഡ് ആണ് കേട്ടോ, അങ്ങനെ തിരുത്തിയതാ. അടുത്തത് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള പെയർ കണ്ടുപിടിക്കുക. ഇതിൽ റോങ് പെയർ ഏതാ? റോങ് പെയർ ഏതാ? ഇതാണ് റോങ് പെയർ അല്ലേ. ആന്റിബോഡി സെൻസറി റിസപ്ഷൻ ഓർഡാണ്. ആന്റിബോഡി ശരിക്കും ഒരു പ്രോട്ടീൻ ആണ് അല്ലേ. നമ്മുടെ ബോഡിയിൽ ആന്റിജൻ വരുമ്പോൾ അതിനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ ആണ് ആന്റിബോഡി. സെൻസറി റിസപ്ഷൻ ഒന്നും അല്ല ആന്റിബോഡി, അതുകൊണ്ട് അത് തെറ്റ്. ഓക്കെ, അടുത്തത് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞേക്കണേ. എൻസൈമിന്റെ ക്ലാസ്സസ് 6 ക്ലാസ്സസ്. ഒന്നാമത്തെ നോക്കിക്കേ, ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ നിയന്ത്രിക്കുന്നത് ആര്? അതാണ് 1ൽ എഴുതുക. ആര്? ഓക്സിഡോ റിഡക്ഷൻ, അതാണ് അവിടുത്തെ ക്ലൂ അല്ലേ. എന്താ സംഭവം? ഓക്സിഡോ റിഡക്ടേസസ്, അതാണ് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. ട്രാൻസ്ഫറേസ് ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. ട്രാൻസ്ഫറേസ് എന്താ? ആ വാക്കിൽ തന്നെയുണ്ട്. ഒരു കോമ്പൗണ്ടിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫങ്ഷണൽ ഗ്രൂപ്പോ അഡീഷണൽ ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കോമ്പൗണ്ടിലോട്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ട്രാൻസ്ഫറേസസ്. ലയേസസ് ഇവിടെ ക്ലൂ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. അടുത്തത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന്റെ ഇന്റർ കൺവേർഷൻ, ഐസോമറൈസസ് അല്ലെ. ഐസോമറൈസസ് ആണ് 3ന്റെ ആൻസർ. ലൈഗേസ് എന്താ? ലൈഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. DNA ലിഗേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെല്ലെ പഠിക്കും. ഗ്രൂപ്പുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ് ആര്? ലൈഗേസസ് കേട്ടോ. ഇത് മാത്രല്ല 2 കൂടി ഇല്ലേ, അതും കൂടെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇത് ഞാൻ മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ പരിചിതമായിരിക്കില്ല എന്നാലും. ഓക്കെ, ഇവിടെ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. pH വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് കൺട്രോൾ ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ചോദ്യം വന്നിട്ട് ഈ ഗ്രാഫ് കണ്ടിട്ട് ഈ റിയാക്ഷൻ നടത്താൻ പോസിബിളി ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം ഏതായിരിക്കും എന്ന് ഗസ് ചെയ്യുക. ഇതിന്റെ ആക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ഗസ് ചെയ്യുക. ഇത് കൂടാതെ ഇതിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ഫാക്ടറും കൂടെ എഴുതുക. ദെൻ സിമിലർ എൻസൈം, ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സിമിലർ എൻസൈം. 6.8 pH ഒപ്റ്റിമം ആക്ടിവിറ്റി കാണിക്കുന്ന ഏതെങ്കിലും എൻസൈമിനെ അറിയുമോ? ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അറിയുമോ? അറിയൂല്ലെങ്കിൽ അറിഞ്ഞു വെച്ചോ. 6.8 pH 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്ന
എൻസൈമാണ് നമ്മുടെ ഉമിനീരിലുള്ള സലൈവറി അമിലേസ്. ടയാലിൻ എന്ന് പറയുവാന്, സലൈവറി അമിലേസിന്റെ വേറെ പേരാ. ടയാലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് ആണ് ഈ കാണിച്ചേക്കുന്ന എൻസൈം. എന്റെ ആൻസർ വന്നിട്ട് സലൈവറി അമിലേസ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് 6.8 pHലും 37 നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലെ 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് അതിന് ഒപ്റ്റിമം. ഓക്കെ, ഇതിന്റെ ആക്ഷൻ സൈറ്റ് എവിടെയാ നടക്കുക? വായിൽ നടക്കുന്നത് അല്ലെ. ദെൻ എനി അതർ ഫാക്ടർ, ടെമ്പറേച്ചർ, എനി അതർ സിമിലർ എൻസൈം, ഇതുപോലെ തന്നെ ഉള്ള എൻസൈം എന്ന് പറയുമ്പോൾ ഈ സലൈവറി അമിലേസ് പോലെ തന്നെയുള്ള ഒരു എൻസൈം പാൻക്രിയാറ്റിക് അമിലേസ്. അമിലേസുകൾ നമ്മൾ പലതും ഡൈജഷനിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കുക, പലപ്പോഴായിട്ട് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇതുവരെ ഇനിയും ചോദ്യങ്ങളുണ്ട്, എനിക്ക് സമയമില്ല ആ ഫുൾ ചോദ്യങ്ങളെ ചെയ്യിക്കാൻ. ഞാൻ അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ഞാന് മോഡലിന് ഇഷ്ടമായ ക്ലാസ് കിട്ടി, നമുക്ക് ഒരു 5 ക്ലാസ് എന്തോ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ആ 5 ക്ലാസ്സുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യിച്ചു. ആ ചോദ്യങ്ങളെ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ വളരെ കുഞ്ഞൊരു ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. 3 പോയിന്റ്. ഒന്ന് സെൽ സൈക്കിൾ അല്ലെ. സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് അതിന്റെ പ്രിപ്പറേഷൻ മുതൽ ഡിവൈഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി പറയുന്നതാണ് സെൽ സൈക്കിൾ. അതിൽ പ്രിപ്പറേഷൻ നടക്കുന്നത് ഇന്റർഫേസിലും ഡിവിഷൻ നടക്കുന്നത് മൈറ്റോസിസിലുമാണ് അല്ലെ. മൈറ്റോസിസിൽ 4 സ്റ്റെപ്പുകളുണ്ട്: പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഈ മൈറ്റോസിസിലെ ഈ 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ ന്യൂക്ലിയസ് 2ആയി ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയസ് മാത്രം പോരാ, നമുക്ക് അതിനെ 2 സെല്ലാക്കണം. അപ്പൊ അതിനു വേണ്ടി മൈറ്റോസിസ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? സൈറ്റോകൈനസിസ് അല്ലെ, സൈറ്റോപ്ലാസം കൂടെ നമ്മൾ വിഭജിക്കുന്നു. കൂടാതെ മിയോസിസ്. മൈറ്റോസിസ് പഠിക്കുമ്പോൾ മൈറ്റോസിസിന്റെ ഫങ്ഷൻസ് എന്താണ്, മൈറ്റോസിസ് കൊണ്ടുള്ള ഉപകാരം അത് പഠിക്കണം. അതുപോലെ മിയോസിസ് കൊണ്ടിട്ടുള്ളത് പഠിക്കണം. മിയോസിസ് രണ്ടെണ്ണമായിട്ടാണ് നടക്കുന്നത്: മിയോസിസ് 1, മിയോസിസ് 2. മറക്കാൻ പാടില്ല കേട്ടോ. അതിൽ മിയോസിസ് 1ലും 2ലും പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഇത് തന്നെയാ സ്റ്റെപ്പ്. പക്ഷേ പ്രത്യേകത ഉള്ളത് എന്താ? മിയോസിസ് 1ലെ പ്രൊഫേസ് 1ൽ ഒരു 5 സ്റ്റെപ്പ് എക്സ്ട്രാ ഉണ്ട്: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. 5 സ്പെഷ്യൽ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ഡിറ്റോയാണ് അല്ലെ. അപ്പൊ ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതും ഓർത്തു വെക്കണം കേട്ടോ. അത്രയും പഠിക്കാനുള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇവിടെ നോക്കിയേ. സെൽ സൈക്കിളിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഒരു സെൽ സൈക്കിളിലുള്ള 2 ഫേസസ് എന്തൊക്കെ? ഓക്കെ, അതാണ് A ചോദ്യം. B ചോദ്യം വന്നിട്ട് AB എന്ന് പറഞ്ഞ് ഇവിടെ ലേബൽ ചെയ്തേക്കുന്ന ഫേസസ് ഏതൊക്കെയാണ്? സെൽ സൈക്കിളിലെ 2 ഫേസസ് ഏതൊക്കെയാ? 2 ഘട്ടങ്ങൾ ഏതൊക്കെയാ? വെരി ഗുഡ്. അല്ല എന്റെ ആൻസർ ചോദിച്ചേക്കുന്നത് ഈ മൊത്തം സൈക്കിളിൽ 2 ഫേസ് ഉണ്ട്. അതിൽ ഒരു ഫേസ് ആണ് ഈ ബ്രൗണിൽ കാണിച്ചേക്കുന്നത്, ഒരു ഫേസ് ആണ് ഈ വെള്ളക്കകത്ത് കാണിച്ചേക്കുന്നത് അല്ലേ. 2 ഫേസസ്, ഒരെണ്ണം ഇന്റർഫേസ്, രണ്ടാമത്തത് മൈറ്റോസിസ്. എന്താ ഇവിടെ ഇല്ലേ ഈ ഞാൻ കൈവച്ചിരുന്ന പോയിന്റ് കണ്ട, ബ്രൗൺ തുടങ്ങുന്നത് ഇവിടെ മുതല് ഇവിടെ വരെ, ഈ ബ്രൗൺ വരെ സെല്ല് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ ഫേസിനെയാണ് നമ്മൾ ഇന്റർഫേസ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വെള്ള വരുന്ന ഫേസ് ആണ് എന്ത്? അതിന്റെ ഡിവിഷൻ. നമ്മളുടെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും നടക്കുന്ന ഡിവിഷൻ ഫേസ്. അപ്പൊ അതുകൊണ്ട് ആ ഡിവിഷൻ ഫേസിനെ നമ്മൾ മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും അല്ലെ. ഇന്റർഫേസും മൈറ്റോസിസും ആണ് സെൽ സൈക്കിളിലെ 2 ഘട്ടങ്ങൾ. ഇനി എയും ബിയും എന്നിട്ടാ എ എന്നിട്ടാ G1, ബി എന്നിട്ടാ G2 അല്ലേ. G1, S, G2 ഇതാണ് 3 സ്റ്റെപ്പ്. ഇവിടെ ഈ G1 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എസിലോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് പോവാ. ഏത് സ്ഥലത്തോട്ട് പോവാ? G1 കഴിഞ്ഞിട്ട് എസിലോട്ട് പോകാൻ ഇഷ്ടമില്ല സെല്ലിനെന്ന് വിചാരിക്കേ. അപ്പൊ അത് വേറൊരു സ്ഥലത്തോട്ട് പോവുമല്ലോ. എങ്ങടാ? G0. വെരി ഗുഡ്. G0യിലോട്ട് പോകും. മറക്കല്ലേ കേട്ടോ. പിന്നെ ഇതില്ലേ ഇതിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസും ചോദിക്കും എപ്പോഴും. അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കണേ. ഓരോ സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താന്നുള്ളത് G1ലും എസിലും G2ലും നടക്കുന്നത് എന്താന്നുള്ളത്. ഓക്കെ, അടുത്തത് മൈറ്റോസിസിന്റെ കാരിയോകൈനസിസിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെ ഓർമ്മയുണ്ടോ? 4 സ്റ്റേജ് ഓർഡറിൽ പറയണം കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഓർഡറിൽ എഴുതാനൊക്കെ ചോദിക്കും അവര്. അപ്പൊ ഓർഡറിൽ അറിഞ്ഞു വെക്കണം. പ്രൊഫേസ്, മൈറ്റോസിസ് നടക്കുന്ന സമയത്ത് ക്രോമസോം ഈ നൂല് പരുവത്തിലായിരിക്കും ഇരിക്കുക. അത് ക്രോമസോമ പോലെ വ്യക്തമായി കാണുന്ന രീതിയിലോട്ട് എത്തുന്ന സ്റ്റേജ് ആണ് പ്രൊഫേസ്.
എന്നിട്ട് അത് സെന്ററിൽ വന്ന് അറേഞ്ച് ചെയ്തിരിക്കും, അതാണ് മെറ്റഫേസ്. അത് കഴിഞ്ഞ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടറ്റത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാണ് എന്ത് ഫേസ്? അനാഫേസ്. രണ്ടറ്റത്ത് ചെന്ന് കുമിഞ്ഞുകൂടി രണ്ട് ന്യൂക്ലിയസുകളായിട്ട് മാറുന്നതാണ് എന്ത്? ടീലോഫേസ്. അങ്ങനെ 4 ഫേസ്: പ്രൊഫേസ്, മെറ്റഫേസ്, അനാഫേസ്, ടീലോഫേസ്. 4ന്റെയും ചിത്രങ്ങൾ അത് മൈറ്റോസിസിലും മിയോസിസിലും അറിഞ്ഞു വെക്കണം. ഓക്കെ. അടുത്തത് എന്താണ് സിനാപ്സിസ് പ്ലസ് പ്രൊഫേസ് 1ന്റെ ഏത് സബ്സ്റ്റേജിലാണ് ഇത് നടക്കുക? സിനാപ്സിസ് എന്താണ്? ഓർമ്മയുണ്ടോ? സിനാപ്സിസും സിനാപ്റ്റോനീമൽ കോംപ്ലക്സും എന്നൊക്കെ പറഞ്ഞു പഠിക്കണ്ട് അല്ലെ? സിനാപ്സിസ് എന്ന് വെച്ചാലില്ലേ, ഹോമോലോഗസ് ആയിട്ടുള്ള കമ്പൈനിങ് എന്നാണ് എഴുതിയേക്കണം. കമ്പൈനിങ് കുഴപ്പമില്ല, പക്ഷെ പെയറിങ് ഓർത്ത് വെക്കണം കേട്ടോ. പെയറിങ് എന്നുള്ള വാക്ക്. 2 ഹോമോലോഗസ് ക്രോമസോമുകള് അടുപ്പിച്ച് വന്ന് ജോഡിയാവുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്സിസ്. ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കോംപ്ലക്സ് ആണ് എന്ത്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഇത് എവിടെ നടക്കും? സൈഗോട്ടീനിൽ നടക്കും. സൈഗോട്ടീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഓർമ്മയുണ്ടായിരിക്കും. സൈഗോട്ടീനിലാണ് നടക്കുക. ഓരോന്നും നടക്കുന്ന എവിടെയാണെന്ന് അറിയണം കേട്ടോ. ക്രോസിംഗ് ഓവർ നടക്കുന്ന എങ്ങനെ? കയസ്മേറ്റ് ഉണ്ടാവുന്നത് എവിടെ? കയസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്ന എവിടെ? അങ്ങനെ ഓരോന്നും അറിഞ്ഞു വെക്കണം. ഓരോ സ്റ്റേജിൽ നടക്കുന്നത് ഓരോ പോയിന്റ് പഠിക്കാനുണ്ട് അത് കേട്ടോ. അപ്പൊ സൈഗോട്ടിനെ ഓർത്ത് വെക്കുമല്ലോ. ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്ത് സിനാപ്സിസ് ഉണ്ടാകുന്നതാണ് സൈഗോട്ടീനിൽ കേട്ടോ. അടുത്തത് ക്രോസിംഗ് ഓവറിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏത്? പ്ലസ് ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ ക്രോസിംഗ് ഓവറിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് അറിയോ? ഒറ്റ എൻസൈമേ പഠിക്കാനുള്ളൂ. വെരി ഗുഡ്. നിയോണോ? നയന? റീകോംബിനേസ്. വെരി ഗുഡ്. എടാ, ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒരു ക്രോമസോം എന്റെ പോലെ തന്നെ വേറൊരു ക്രോമസോം ഇവിടെ തൊട്ടരികത്ത് ഇരിപ്പുണ്ടായിരുന്നു വിചാരിക്കും. എന്റെ കുറച്ച് പാർട്സ് അവനും അവന്റെ കുറച്ച് പാർട്സ് എനിക്കും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ക്രോസിംഗ് ഓവർ കഴിയുമ്പോ നമ്മൾ രണ്ടാളുടെയിലും എന്ത് പറ്റി? രണ്ടുപേരുടെ ഫീച്ചേഴ്സ് മിക്സ് ആയിട്ട് വന്നു. അവന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്റെയിലും വന്നു, എന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഈ ക്രോമസോമിൽ വന്നു. മിക്സിംഗ് സംഭവിച്ചു. ആ മിക്സിംഗ് സംഭവിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ. അപ്പൊ ക്രോസിംഗ് ഓവർ നടന്നാൽ ഉറപ്പായിട്ടും റീകോമ്പിനേഷൻ ഉണ്ടായിരിക്കും. നമ്മളുടെ പാരന്റ്സ് രണ്ടുപേരില്ലേ, അവർ രണ്ടുപേരുടെ ക്രോമസോംസും ഇതുപോലെ റീകോമ്പിനേഷന് വിധേയമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേരുടെയും ചായല്ലേ ഉള്ളത്. പിടികിട്ടിയ? അപ്പൊ ആ റീകോമ്പിനേഷനെ കൺട്രോൾ ചെയ്യുന്ന എൻസൈം റീകോമ്പിനേസ് ആണ്. ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? സാധാരണ മനുഷ്യന്മാരില് ഈ റീകോമ്പിനേഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? രണ്ടുപേരുടെയും ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ നമ്മള് ഇപ്പൊ പാരന്റ്സിന്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ റീകോമ്പിനേഷൻ നടന്നപ്പോ എന്ത് പറ്റി? നമ്മൾക്കിടയില് ബോഡിയിൽ പാരന്റ്സ് രണ്ടുപേരുടെ ഫീച്ചേഴ്സ് വന്നു. നമ്മൾ ആ 2 പാരന്റ്സിൽ ഒരാളുടെ പോലെ ഡിറ്റോ കോപ്പി അടിച്ചു വെച്ചിരിക്കണ പോലെ അല്ല ഇരിക്കുന്നത് അല്ലെ? വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ക്രോസിംഗ് ഓവർ. വേരിയേഷൻസ് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. യാ, ഇനിയിപ്പോ 2 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് 2 പോയിന്റ് എഴുതുക. ഇതിപ്പോ 2 പറഞ്ഞിട്ടില്ലല്ലോ. 2 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? തമ്പുരാൻ അറിയാം. എന്ത് എഴുതൂന്ന് പറയൂ, ചിന്തിക്കൂ. ക്രിയേറ്റിംഗ് അല്ലീൽസാ. ക്രിയേറ്റിംഗ് റീകോമ്പിനേഷൻ ഓഫ് അല്ലീൽസ്. ഓക്കെ ഓക്കെ. പിന്നെ എന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോ അടുത്തന്നെ നിങ്ങൾ പഠിക്കുക, എന്നാലും അറിഞ്ഞു വെച്ചോ. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇതെല്ലാം ഓക്കെ ആകട്ടെ. ഇത് നിങ്ങൾക്ക് എഴുതാം, ഇത് എഴുതണ്ടെന്നൊന്നും മിസ് പറയുന്നില്ല. ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുക. അല്ലീലുകളില്ലേ, ജീൻസിന്റെ അല്ലീലുകളില്ലേ, ആ അല്ലീലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ റീകോമ്പിനേഷൻ നടത്തുന്നു. ഇതൊക്കെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഇനിയിപ്പോ ഇതൊന്നും പോരാണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആർക്കെങ്കിലും എഴുതണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ കേട്ടോ, എവല്യൂഷൻ നടക്കുന്നത് ഈ പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെല്ലാവരും മറ്റേ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്ത് കോപ്പികൾ ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരുന്നേനെ. ലോകത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം സ്റ്റില്ലായി പോയേനെ. ഈ പറയുന്ന വേരിയേഷൻ ഉള്ളത് കൊണ്ടും റീകോമ്പിനേഷൻ നടക്കുന്നതുകൊണ്ടാണ് വ്യത്യാസങ്ങൾ വരുന്നത്.
വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. കേട്ടോ? ഓക്കെ. അടുത്തത് നമ്മളെ മിയോസിസിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇച്ചിരി നീളം കൂടിയതും കോംപ്ലക്സുമാണ്. അതിന്റെ 5 സ്റ്റെപ്പുകളുടെ പേര് എഴുതുക. ഓർഡറിൽ പറയാൻ പറ്റോ? അറിയോ? ലെപ്റ്റോട്ടീൻ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ് വരിക. സൈഗോട്ടീൻ, പിന്നെ പാക്കറ്റീൻ കഴിഞ്ഞിട്ട് ഡിപ്ലോട്ടീൻ, ലാസ്റ്റ് വൺ ഡയാകൈനസിസ്. കേട്ടോ? ഇതിനകത്ത് LZPDD ഇങ്ങനെ വല്ലതും പഠിച്ചു വെക്കുക. ക്ലൂ പോലെ എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അല്ലെ നിങ്ങൾ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ തെറ്റിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. അടുത്തത് ക്വസിയന്റ് സ്റ്റേജ് അല്ലെങ്കിൽ G0 എന്ന് വെച്ചാൽ സെൽ സൈക്കിളിൽ എന്താ, ആൻഡ് എസ്സിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിപാടി എന്താ? G0 എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് G0? ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലേ? ഇപ്പോ ഒരു സെല്ല് പ്രിപ്പറേഷൻ ഫേസിൽ G1 എത്തിയെന്ന് വിചാരിക്കുക. G1 ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഇച്ചിരി മടി വന്ന് എസ്സിലോട്ട് പോകാൻ അതിന് താല്പര്യമില്ല. അപ്പൊ കുറച്ച് നാളത്തേക്ക് അതൊന്ന് ടെമ്പററി ആയിട്ട് അറസ്റ്റഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നും ചെയ്യാതെ ഇനാക്റ്റീവ് ആവാന്നുള്ള മീനിങ് ആണ്. ടെമ്പററി ആയിട്ട് ഇനാക്റ്റീവ് ആവാം എന്ന് വിചാരിച്ച് അത് കടക്കുന്ന സ്റ്റേജ് ആണ്. എസ്സിലോട്ട് പോകുന്നതിന് പകരം അത് കടക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? ഈ ക്വസിയന്റ് സ്റ്റേജ് അല്ലെങ്കിൽ G0 എന്ന് വിളിക്കുന്നത്. എല്ലാ സെല്ലുകൾക്കും അങ്ങനെ പറ്റില്ല. നിലവിൽ ഇപ്പോ സെല്ല് ഡിവൈഡ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള സാഹചര്യത്തിലിരിക്കുന്ന സെല്ലുകളാണ് അത് ചെയ്യുന്നത് അല്ലെ? എസ് ഫേസ്, അതിന്റെ ഇമ്പോർട്ടന്റ് ഇവന്റ് എന്താ? ഒറ്റൊരു ഇവന്റ് നടക്കുന്നുള്ളൂ. എസ് സ്റ്റാൻഡ്സ് ഫോർ എന്ത്? സിന്തസിസ്. ആരുടെ സിന്തസിസ്? DNA സിന്തസിസ്. ഐദർ നിങ്ങൾ ഇങ്ങനെ എഴുതുക, DNA റെപ്ലിക്കേഷൻ എഴുതുക, അല്ലെങ്കിൽ DNA സിന്തസിസ് എന്ന് തന്നെ എഴുതുക. എസ് സിന്തസിസ് അങ്ങനെ കണക്ട് ചെയ്തോ കേട്ടോ. ഈ എസ് ഫേസിനകത്ത് നടക്കുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് DNA സിന്തസിസ് ആണ്. ഓക്കെ. അടുത്തത് ഇവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. സിനാപ്സിസ്, ഇത് ഓൾറെഡി പറഞ്ഞതാ. അടുത്തൊരു പോയിന്റ് നോക്കിക്കേ, ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ. ഇത് നടക്കുന്നത് പ്രൊഫേസ് 1 ഏത് സബ്സ്റ്റേജിലാണ്? ബാക്കി നമ്മൾ ചെയ്തതാ, ഇത് 2 ചെയ്തതാ. ഇത് മാത്രം പറയും. ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ. ടെർമിനലൈസേഷൻ എന്ന് വെച്ചാൽ എൻഡ്, ടെർമിനൽ ദാറ്റ് മീൻസ് ഒരു എൻഡ് എന്നുള്ള മീനിങ് ആണ്. അത് വെച്ച് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, എൻഡിലുള്ള ഫേസിലാണ് ഇത് നടക്കുക. ഏറ്റവും അവസാനത്തെ ഫേസിലാണ് ഈ ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മേറ്റ നടക്കുക. ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മേറ്റ നടക്കുന്ന ഏറ്റവും അവസാനത്തെ ഫേസ് ഏതാ? ഡയാകൈനസിസ് അല്ലെ? ഡയാകൈനസിസിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ. ഇത് ഇവിടെ 2 പിക്ചേഴ്സ് എന്നിട്ടുണ്ട്. A-B സ്റ്റേജ് ഏതാ, അതിന്റെ ഫീച്ചേഴ്സ് ഏതാ? A എന്നിട്ടാ വാട്ട് ഈസ് A? മെറ്റാഫേസ് അല്ലേ? ക്രോമസോം 2 ഫീച്ചേഴ്സ് എഴുതാൻ പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് തന്നെ എന്നിട്ടാ സെന്ററിൽ വന്നിട്ട് ക്രോമസോംസ് ഇങ്ങനെ ഇരിക്കുന്നു. മെറ്റാഫേസ് പ്ലേറ്റില് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇക്വേറ്ററിന് എഴുതുക. എന്ത് എഴുതിയാലും കുഴപ്പമില്ല, സെന്ററിന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഈ ക്രോമസോംസ് ഇങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിലോ ഇക്വേറ്ററിലോ സെന്ററിലോ വന്നിരിക്കുന്നതിനെയാണ് ഈ മെറ്റാഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുക. അടുത്ത ഫേസ് ഏതാ? B ഏതാ? അനാഫേസ് അല്ലേ? അനാഫേസിൽ എന്ത് നടക്കും? ക്രോമസോംസ് സ്പ്ലിറ്റ് ആയി, എന്നിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഈ ക്രോമസോംസിനെ 2 അറ്റത്തോട്ട് വിടും. അങ്ങനെയാണ് അവർ 2 അറ്റത്ത് ചെല്ലുക. ആ 2 അറ്റത്ത് ചെന്ന ശേഷം അവർക്ക് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുമ്പോഴാണ് ആ 2 അറ്റത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് ടീലോഫേസ് അല്ലേ? യെസ്, ഇത് നമ്മൾ ചെയ്തതാ. ഇത് നോക്കിക്കേ, ക്രോസിംഗ് ഓവർ നടക്കുന്ന ഫേസ് ഏതാ? അപ്പൊ പല പല ഫേസുകളായി പറയുന്നു. ക്രോസിംഗ് ഓവർ നടക്കുന്ന ഫേസ് ഏതാ? ഇപ്പൊ സിനാപ്സിസ് നടക്കുന്നത് സൈഗോട്ടീൻ. കയസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഡയാകൈനസിസ്. ഇത് നടക്കുന്നത് എവിടെയാ? ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാ? പാക്കറ്റീൻ. വെരി ഗുഡ്, പാക്കറ്റീനിലാണ് നടക്കുക കേട്ടോ. സിനാപ്സിസ് നടക്കുന്നത് എവിടെയാ? സൈഗോട്ടീനിൽ. ഇപ്പൊ ക്രോസിംഗ് ഓവർ എവിടെയാന്ന് പഠിച്ചു? പാക്കറ്റീനിൽ. ദെൻ നമ്മളുടെ കയസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ എവിടെയാ? ഡയാകൈനസിസിൽ. കയസ്മേറ്റ ഉണ്ടാകുന്ന എവിടെയാ? ഡിപ്ലോഡിൽ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, 3 ഫേസ്, ഇന്റർഫേസിലെ 3 ഫേസിന്റെ പേര് എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഇപ്പൊ നമ്മളോട് ആദ്യത്തെ ചോദ്യത്തിൽ എന്തായിരുന്നു, ചിത്രം തന്നിട്ട് G1ഉം G2ഉം പേരെഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലെ. ഇവിടെ നിങ്ങളോട് പറയുന്നത് അത് എക്സ്പ്ലെയിനും കൂടെ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ. G1ൽ എന്ത് നടക്കുന്നു, എസിൽ എന്ത് നടക്കുന്നു, G2ൽ എന്ത് നടക്കുന്നു. എസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. G1ഉം G2ഉം കൂടെ ഞാനൊന്ന് വേഗം പറഞ്ഞുതരാം. G1ൽ എന്ത് നടക്കും, സെല്ല് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രോയിങ് പരിപാടികളും പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നതാണ് G1. എസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, DNA സിന്തസിസ് നടക്കുന്നു. G2ൽ എന്ത് പറ്റും, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ സിന്തസിസ് നടക്കും കേട്ടോ. ഗ്രോയിങ് നടക്കുന്നതാണ് G1, സിന്തസിസ് നടക്കുന്നതാണ് എസ്, പ്രോട്ടീൻ നിർമ്മാണം ഉണ്ടാവുന്നതാണ് എന്തില്, G2ല് കേട്ടോ. ഓക്കെ, അപ്പോ ഇതൊന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. വേറെയും കുറച്ച് ചോദ്യങ്ങൾ ഇതിന്റെ ബാക്കിയായിട്ട് കിടപ്പുണ്ട്, അത് നോട്ട്സ് കിട്ടപ്പോ ഒന്ന് നോക്കിയേക്കണം. ഇപ്പോ സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു കുഞ്ഞു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇനി 3 ചാപ്റ്ററും കൂടെ പഠിക്കണം നമുക്ക്. വേഗം തിരിച്ചു വരിക. വീഡിയോ ഓൺ ചെയ്യൂ. അടുത്ത ചാപ്റ്റർ ഫോട്ടോസിന്തസിന്റെ ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു അല്പം ടഫ് ആയിട്ടുള്ള ചാപ്റ്ററാ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് അവിടെ പറയുന്നുണ്ട് അല്ലെ. കുറച്ച് സയന്റിസ്റ്റുമാരും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. എക്സാം സിമ്പിൾ ആയിരിക്കും, ടഫ് ആയിരിക്കും. എന്റെ മറ്റേ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ വീണ്ടും കഥ പറയാൻ തുടങ്ങിയ കഥ ഇപ്പൊ പണ്ട് ഞാനൊക്കെ കുഞ്ഞറിയുന്ന സമയത്ത് വെച്ചാൽ കടമറ്റത്ത് കത്തനാണെന്ന് ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഇലയില് കുറച്ച് മഷിയൊക്കെ തെച്ചൊക്കെ ഞാൻ ഇതിനെ തെളിഞ്ഞു വരും, എന്താ ഫ്യൂച്ചറിൽ നടക്കാൻ പോണെന്നൊക്കെയുള്ള. അതുപോലെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ പരീക്ഷ ടഫായിരിക്കും. ഓക്കെ, കാരണം മോഡൽ വളരെ ഈസി ആയിരുന്നു അല്ലേ. മോഡലിനെ പുഷ്പം പോലെ എഴുതാൻ പറ്റിയതാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ഇത് പറഞ്ഞുതരാം. നമ്മളുടെ മൈൻഡാണ് എല്ലാത്തിന്റെ ഒരു ഇത് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര സിമ്പിൾ പരീക്ഷ ആയിരിക്കും, ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി അവിടെ ചെന്ന് ഒരു കുഞ്ഞു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ പാനിക് ആവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഓൾവേസ് ചിന്തിക്കുക പരീക്ഷ ടഫായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈസിയുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഇതാണോ, ഇതൊക്കെ എന്ത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ബ്രെയിനിൽ വരും. അങ്ങനെ ഫീലിംഗ് ഉണ്ടാവുന്നതാണ് ബെറ്റർ. ടഫായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോവുക കേട്ടോ. ഒറിജിനലി ടഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്, അത് വേറെ കാര്യം. ശരി. അപ്പൊ ഇതിനകത്ത് സയന്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും, ഓരോ സയന്റിസ്റ്റും മെൽവിൻ, കാൽവിൻ അങ്ങനെ സയന്റിസ്റ്റുമാരെ പറ്റി പറയുന്നില്ലേ, ആ ഓരോ സയന്റിസ്റ്റും അവരുടെ ഈ പറയുന്ന പോലെ കോൺട്രിബ്യൂഷൻസും എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സൺലൈറ്റിന്റെ കാര്യങ്ങളും ക്ലോറോഫിലിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഗ്രാഫൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അവിടെ ക്ലോറോഫിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത്. അപ്പൊ അതിന്റെ നാനോമീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഓർക്കുക. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് 4 പിഗ്മെന്റ്സ്, ക്ലോറോഫിൽ A, B, സാന്തോഫിൽ, കരോട്ടിൻ. അതിൽ ക്ലോറോഫിൽ A ആണ് മെയിൻ, ബാക്കി എല്ലാവരും ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. പിന്നെ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. റിയാക്ഷനിൽ നടക്കുന്നത് എന്തൊക്കെയാ, കുറച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലേ, ആ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. എവിടെയാണ് ATP NADPH ഉണ്ടാവുന്നത്, എവിടെയാണ് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്, എവിടെയാണ് ലൈറ്റ് വേണ്ടത് വേണ്ടാത്തത്, ഗ്രാനയിൽ എവിടെ നടക്കും, ദാറ്റ് മീൻസ് ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയിൽ ഏത് നടക്കുന്നു, സ്ട്രോമയിൽ ഏത് നടക്കുന്നു, അങ്ങനെ. പിന്നെ C4 പ്ലാന്റ്സിൽ കാണുന്ന റീത്ത് ഷേപ്പിലുള്ള ഒരു അനാറ്റമിയാണ് ക്രാൻസ് അനാറ്റമി. ഫോട്ടോസിന്തസിന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ ക്രാൻസ് അനാറ്റമി ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മോഡലിന് കണ്ടതാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ C3 സൈക്കിളും C4 സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം, സൈക്കിൾസ് എല്ലാം തന്നെ ഓർക്കണം കേട്ടോ. മറ്റേ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ അങ്ങനെയൊക്കെ പാത്വേസ് ഇല്ലേ, ആ ലൈക്ക് സൈക്കിൾസ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലില്ലേ മറ്റേ പാർട്സ് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ പ്ലാന്റ്സിൽ ഒരു എൻസൈം പ്രസന്റ് ആണ്, അതാണ് കാർബോക്സിലേഷൻ ഓക്സിജനേഷൻ ആക്ടിവിറ്റി കാണിക്കുക. ആ എൻസൈമിന്റെ പേരെന്ത്? കാർബോക്സിലേഷനും ഓക്സിജനേഷനും കാണിക്കുന്ന എൻസൈം അതേതാ? കാർബോക്സിലേഷനും ഓക്സിജനേഷനും കാണിക്കുന്ന എൻസൈം ഏതാ? കാർബോക്സിലേസ് ഓക്സിജനേസ് അങ്ങനെ പേര് വരണ ഒരു എൻസൈം അല്ലേ ഉള്ളൂ, നമ്മൾ അതിനല്ലേ പഠിച്ചിട്ടുള്ളൂ.
റുബിസ്കോ അല്ലെ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, ഇതാണ് അതിന്റെ പേര്. അപ്പൊ കാർബോക്സിലേഷനും നടത്താം ഓക്സിജനേഷനും നടത്താം, രണ്ടും നടത്താൻ പറ്റുന്നു എന്നുള്ള രീതിക്കാണ് അല്ലെ. അപ്പോൾ ആ എൻസൈം റുബിസ്കോ ആണ്. റുബിസ്കോനെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ബയോമോളിക്യൂളിലാണ്, പക്ഷെ ഇവിടെ അതിനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് ഓർക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, കാൽവിൻ സൈക്കിൾ അറിയാമായിരിക്കും, മെൽവിൻ കാൽവിൻ അറിയാമായിരിക്കും, ഡാർക്ക് സൈക്കിളിന്റെ ആള്. അപ്പൊ അയാള് പറയുന്ന ഒരു സൈക്കിളാണ് ഈ കാൽവിൻ സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. കാൽവിൻ സൈക്കിളിൽ 3 സ്റ്റെപ്പ്, റിഡക്ഷൻ, റീജനറേഷൻ, കാർബോക്സിലേഷൻ, അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തേക്കുന്നത്. ഈ ചോദ്യം പറയുന്നത് ഇതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ഈ 3 സ്റ്റേജസിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ചോദ്യം. ബി ചോദ്യം വന്നിട്ട് കാൽവിൻ സൈക്കിളിനെ C3 സൈക്കിൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്ത്? ഓക്കെ. സി ചോദ്യം വന്നിട്ട് കാൽവിൻ സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആര്? അറേഞ്ച് ചെയ്യൂ, ഇതിനാദ്യം അറേഞ്ച് ചെയ്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കാർബോക്സിലേഷൻ അല്ലെ, വെരി ഗുഡ്. എന്നിട്ട് എന്ത് വരും? റിഡക്ഷൻ, റീജനറേഷൻ. CRR എന്ന് പഠിച്ചു വെച്ചാലും ആദ്യം റിഡക്ഷൻ ആണ്, പിന്നെയാണ് റീജനറേഷൻ എന്നുള്ളത് ഒന്ന് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. CRR എന്ന് പഠിച്ചു വെച്ചോ, പക്ഷെ എന്നാലും റിഡക്ഷൻ ആദ്യം നടക്കും, എന്നിട്ടാണ് റീജനറേഷൻ നടക്കുക. അപ്പോൾ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ, ഇതാണ് കറക്റ്റ് ഓർഡറിൽ കാൽവിൻ സൈക്കിളിന്റെ സ്റ്റെപ്സ്. ഇനി കാൽവിൻ സൈക്കിളിനെ C3 സൈക്കിൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഇവിടെ ഉണ്ടാവുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട് അല്ലെ. 3 കാർബൺ ഉള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബോക്സിലേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു C3 ആസിഡ്. 3 കാർബൺ അടങ്ങിയിട്ടുള്ള ആസിഡ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ C3 സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ, ഏറ്റവും ആദ്യം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആര്? കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാ? RUBP ആണ് കേട്ടോ. സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആള് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന RUBP ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. യെസ്. അടുത്തത് ലൈറ്റ് റിയാക്ഷനെ നമ്മൾ 2 പ്രോസസ്സുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രോസസ്സിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, എന്നിട്ട് എവിടെ നിന്നാണ് എമിറ്റ് ചെയ്യപ്പെട്ടത് അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഫസ്റ്റ് ചോദ്യം വന്നിട്ട് ഈ 2 പ്രോസസ്സുകളുടെ പേരെന്ത്? സെക്കൻഡ് ചോദ്യം വന്നിട്ട് സെക്കൻഡ് ഫേസിൽ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കും? എന്താ പറയുന്നത്? ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷൻ, അതിൽ 2 പ്രോസസ്സുകൾ. ഈ പ്രോസസ്സിൽ ഒരെണ്ണത്തിൽ എന്ത് പറ്റും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താലും അതേ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരും. അതാണ് അവിടുത്തെ ഒരു ക്ലൂ. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ എന്ത് പറ്റും? തിരിച്ചെത്തുന്നു. അങ്ങനെയാണെങ്കിൽ 2 പ്രോസസ്സുകളുടെ പേരെന്ത്? വെരി ഗുഡ്. സൈക്ലിക്, നോൺ സൈക്ലിക്, ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെ. ഫോസ്ഫോറിലേഷൻസ് ആണ് 2 സ്റ്റെപ്പുകൾ. ഇനി സെക്കൻഡ് ഫേസിൽ ഇലക്ട്രോണിന് എന്ത് പറ്റും? എങ്ങോട്ട് മൂവ് ചെയ്യും? ഏത് സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യും? PS1 മൂവ് ചെയ്യും. വെരി ഗുഡ്. ഇലക്ട്രോൺസ് PS1 പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് 2ാമത്തെ ഫേസിൽ നടക്കുന്ന കാര്യം കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ക്രാൻസ് അനാട്ടമിയാണ്, ഞാൻ പറഞ്ഞു. 2ാമത്തെ കാര്യം ഈ സൈക്ലിക്, നോൺ സൈക്ലിക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. ഈ സൈക്ലിക്, നോൺ സൈക്ലിക് ചിലപ്പോൾ ഇതുപോലെ പേര് എഴുതാനുണ്ടാവുള്ളൂ, ചിലപ്പോൾ പോയിന്റ്സ് തന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പോയിന്റ്സ് സൈക്ലിക്കിന്റെ ഏതാ നോൺ സൈക്ലിക്കിന്റെ ഏതാന്നുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടാ മനസ്സിലാവും ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചറാണ് അല്ലെ. ഇതിൽ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് AB പാർട്സ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഫങ്ഷൻസ് എഴുതുക. ഏതാ? വെരി ഗുഡ്. ഈ അട്ടിയിട്ട് വെച്ചേക്കുന്ന പോലെയുള്ള സാധനമാണ് എന്ത്? എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രാന അല്ലെ. ഈ ഗ്രാനയിലാണ് നമ്മളുടെ ലൈറ്റ് ഫേസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബി എന്താ? ഈ ഉള്ളിലെ ഭാഗമാണ് ബി എന്ന് പറഞ്ഞ ലേബൽ ചെയ്തേക്കുന്നത്. അതെന്താ? സ്ട്രോമ. ആരാ സ്ട്രോമ എന്ന് പറഞ്ഞ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്ത്? സ്ട്രോമ. അപ്പൊ ഗ്രാന എന്താന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തസിസിലെ സ്റ്റെപ്പ് നടക്കുന്നത്
ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് ഗ്രാനയിലാണ്, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ദെൻ സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണ്, അങ്ങനെ എഴുതിക്കോളാം കേട്ടോ. അടുത്തത് ഒരു അനാട്ടമിസ്റ്റ് എന്ത് ചെയ്തു എന്ന് അറിയാമോ? ഷുഗർ കെയിനിന്റെ ലീഫ് എടുത്തപ്പോ അവിടെ ഭയങ്കര വലിയ സ്പെറിക്കൽ ബണ്ടിൽ ഷീറ്റ് സെല്ലുകളെ കാണാനിടയായി. അത് മാത്രല്ല, ഒരു ഫിസിയോളജിസ്റ്റ് എന്ത് ചെയ്തു, ലീഫിന്റെ മീസോഫിലില് PP കാർബോക്സിലേസ് എന്ന് പറയുന്നതിന്റെ പ്രസൻസും കണ്ടുപിടിച്ചു. ഇതാണ് ക്ലൂ ആയിട്ട് വന്നേക്കുന്നത്. ചോദ്യം എന്താ? ലീഫ് ഇതുപോലെ ഭയങ്കര വലിയ ബണ്ടിൽ ഷീറ്റ് സെൽസ് കാണുന്ന ലീഫ് അനാട്ടമിയുടെ പേര് എഴുതുക. ദെൻ B ചോദ്യം വന്നിട്ട് ഇതുപോലെയുള്ള പ്ലാന്റ്സിന്റെ ഫിസിയോളജിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? ക്രാൻസ് അനാട്ടമി ആണെന്നുള്ളതാണ് ഉത്തരം അല്ലെ. എന്റെ ഉത്തരം ലീഫ് അനാട്ടമി ഒറ്റ എണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ, ക്രാൻസ് അനാട്ടമി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയ ബണ്ടിൽ ഷീറ്റ് സെല്ലുകളൊക്കെ കാണുന്ന ടൈപ്പ് റീത്ത് ഷേപ്പിലുള്ള അറേഞ്ച്മെന്റ് ക്രാൻസ് അനാട്ടമി. എന്റെ ആൻസർ ക്രാൻസ് അനാട്ടമി ആണ്. ഈ ക്രാൻസ് അനാട്ടമി എന്നുള്ള ആൻസറിലോട്ട് നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതൊരു C4 പ്ലാന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാന്റിന്റെ ഫിസിയോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. എന്ത് അഡ്വാൻറ്റേജ് ആണ് ഈ പ്ലാന്റിനുള്ളത്? വെരി ഗുഡ്, ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടായിരിക്കും, വളരെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതുവരെ അതിന്റെ ഉപയോഗം എന്താന്ന് പോലും മനുഷ്യന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരു പെക്യുലാരിറ്റി എന്നുള്ള രീതിക്ക് എഴുതാം. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലും ഭയങ്കര ഹൈ ആയിട്ടുള്ള സൺലൈറ്റിലും നല്ലപോലെ പ്രൊഡക്റ്റീവായിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തസിന്റെ ലാസ്റ്റിൽ കുറെ ഫാക്ടേഴ്സ് പഠിക്കുന്നില്ലേ? ഫോട്ടോസിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, ലൈറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ C4 പ്ലാന്റ്സ് ഒത്തിരി ലൈറ്റ് ഉള്ളപ്പോഴും ടെമ്പറേച്ചർ ഉള്ളപ്പോഴും ഒക്കെ സർവൈവ് ചെയ്യുന്നവരാ. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹയർ ആയിട്ടുള്ള ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. വേറൊരു ചോദ്യം, ഇത് C3 പ്ലാന്റ്സിന്റെയും C4 പ്ലാന്റ്സിന്റെയും ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. നിങ്ങളോട് ഇപ്പൊ C3യും C4യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടേബിൾ അങ്ങോട്ട് ഫില്ല് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും. ഇതിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസുകൾ ഉണ്ട്, ഇത് നിങ്ങൾ ബാക്കി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. C4 പ്ലാന്റ്സിന്റെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ PP ആണെങ്കിൽ C3 പ്ലാന്റ്സിന്റെ എന്തിപ്പോ പറഞ്ഞുള്ളൂ, C3 സൈക്കിൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. C3യുടെ എന്താ? RUBP, ഇവിടെ RUBP വരും, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് വരും. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തിയതിന്റെ പ്രൊഡക്റ്റ് C4 ഒക്സാലോ അസറ്റിക് ആസിഡ് ആണ്. OA എന്ന് പറഞ്ഞാൽ ഒക്സാലോ അസറ്റിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ C3 എന്ത്? വെരി ഗുഡ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെ. PGA എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അല്ലെ. അപ്പൊ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് എഴുതിയാലും 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ലീഫ് അനാട്ടമി ഇത് നോർമൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നു ക്രാൻസ് അനാട്ടമി. എക്സാമ്പിൾ C3ക്ക് എക്സാമ്പിൾ ഹിബിസ്കസ്, C4ന് എക്സാമ്പിൾ 2 ചെടികൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതാ 2 ചെടികള്? 2 അങ്ങനെ പഠിച്ചു ചോടാ. C4ന്റെ എക്സാമ്പിൾ ആയിട്ട് മെയ്സും സോർഘം കേട്ടോ. മെയ്സ് ആൻഡ് സോർഘം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ട് ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് 2 പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു അതൊക്കെ ഓക്കെ. ഇതെല്ലാം നമ്മൾ ചെയ്തതാ A-യും B-യും. C നോക്കിക്കേ, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്ലിക്, നോൺ സൈക്ലിക്, ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ വെച്ചതാ. പിന്നീട് ഒരു വർഷം ചോദിച്ചപ്പോൾ ഇതിനകത്ത് C പാർട്ടും കൂടെ ആഡ് ചെയ്തു. C വന്നത് എന്താ? സ്കീമാറ്റിക് റെപ്രസെന്റേഷനിൽ കാണിക്കുക എന്നുള്ളതാണ്. സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ വരച്ചു വെച്ചിരിക്കുന്ന സംഭവം വരയ്ക്കണം, അങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ അറിയണം. ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും തരില്ല, പക്ഷെ സൈക്കിളൊക്കെയാണ്, കാൽവിൻ സൈക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേർഡ്സെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും അവിടെ. പക്ഷെ സൈക്ലിക് ഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഒക്കെ ആവുമ്പോൾ വേർഡ്സ് പോലും തരില്ല. ഇപ്പൊ എവിടെ PS1 PS2 വെക്കണം, എവിടെ ഇലക്ട്രോൺ അക്സെപ്റ്റർ വെക്കണം, ETS വെക്കണോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു വെക്കണം. അപ്പൊ ഇത് രണ്ടും വരയ്ക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്തത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം
നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ ഓപ്പോസിറ്റ്. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം 2 വ്യത്യസ്ത പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. ആ പ്രോസസ്സുകൾ എന്തൊക്കെ? രണ്ടാമത്തെ ചോദ്യം വന്നിട്ട് സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനൽ ഏത് പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു? സി ചോദ്യം വന്നിട്ട് ABCD ലേബൽ ചെയ്യാം. അപ്പൊ ഏതാണ് ആ പ്രോസസ്സ് ഓർമ്മയുണ്ടോ? റുബിസ്കോ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് ഓർമ്മയുണ്ടോ? കാർബോക്സിലേഷനും ഓക്സിജനേഷനും. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? കാർബോക്സിലേഷനിലും ഓക്സിഡേഷനിലും യൂസ് ചെയ്യുന്ന എൻസൈം. ഓപ്പോസിറ്റാ ചോദിച്ചത്. അപ്പൊ അത് ഓർക്കണം കേട്ടോ. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന 2 റിയാക്ഷൻസ് ഉള്ളത്, കാർബോക്സിലേഷനും അതുപോലെ തന്നെ ലൈക്ക് ഓക്സിജനേഷൻ. ഈ 2 പ്രോസസ്സുകളുടെ പേര് എന്റെ ആൻസർ ആയിട്ട് വരും. ബിന്റെ ആൻസർ എന്താ? ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഒരു സെൽ ഓർഗനലായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണ്? 2 ഏതിലാ? കാർബോക്സിലേഷനിലാണോ ഓക്സിജനേഷനിലാണോ? ഏതിലാ യൂസ് ചെയ്യുക? ഫസ്റ്റ് വണ്ണിലാണ് യൂസ് ചെയ്യുക, കാർബോക്സിലേഷനിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി എ എന്താ? ഇവിടെ എ എന്താ? ബി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സിയും നമ്മൾ നേരത്തെ പറയാറ്, അത് ഗ്രാനൈൽ സ്ട്രോമിയം ആണ്. നമുക്ക് ഇനി അറിയേണ്ടത് എയും ഡിയും ആണ്. എ എന്തായിരിക്കും? ഗ്രാനയുടെ ഇടയ്ക്കുള്ള ആ കുഞ്ഞു കണക്ഷൻ ആണ് എ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തേക്കുന്നത്. അതെന്താ? സ്ട്രോമാ ലാമെല്ലേ അല്ലെ? 2 ഗ്രാന ഇങ്ങനെ അട്ടിയിട്ട് ഇരിപ്പുണ്ട്. ആ 2 ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു കണക്ഷൻ ആണ് എന്ത്? സ്ട്രോമാ ലാമെല്ലേ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡി എന്താ? ഈ ഡിസ്ക് പോലെ ഇരിക്കുന്ന സാധനം എന്താ? സ്റ്റാർച്ച് ഗ്രാന്യൂൾ. സ്റ്റാർച്ചിന്റെ ഗ്രാന്യൂൾസ് ആണ് ആ ഓറഞ്ച് കളറിൽ ഡിസ്ക് ഷേപ്പിൽ വെച്ചേക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. യെസ്, ഓക്കെ. ഇത്രയും ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു, റെസ്പിറേഷൻ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസിനേക്കാളും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്നതും ഈസിയറുമാണ് റെസ്പിറേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ സ്കിപ്പ് ചെയ്യാൻ മനസ്സിൽ വെച്ചേക്കുന്നവരാണെങ്കിൽ മിനിമം റെസ്പിറേഷൻ പഠിച്ചിട്ട് പോവുക. റെസ്പിറേഷൻ ഈസിയാണ്. റെസ്പിറേഷനിൽ നിന്ന് സ്ഥിരം ഫോട്ടോസിന്തസിസും റെസ്പിറേഷനിൽ നിന്നുണ്ടല്ലോ സ്ഥിരം ചോദ്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ആൻസർ വിൽ ബി സെയിം. ചോദ്യത്തിന്റെ ആ ഈസും മോശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ച എളുപ്പത്തിൽ കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഇതിനകത്ത് റിയാക്ഷൻസ് എല്ലാം എഴുതി പഠിക്കണം. ഇന്നത്തെ ദിവസം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ രാവിലെ പറഞ്ഞിട്ടാണ് നിങ്ങളെ വിട്ടത്. എത്ര പേര് പഠിച്ചെന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഗ്ലൈക്കോളിസിസ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഒരു റിയാക്ഷൻ അല്ലെ? 10 സ്റ്റെപ്പുകളിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു റിയാക്ഷനാ. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ 2 പൈറുവിക് ആസിഡിന്റെ മോളിക്യൂളുകളാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഗ്ലൈക്കോളിസിസ് അല്ലെ? അത് കഴിഞ്ഞ് നമ്മളൊരു TCA സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സൈക്കിൾ പഠിക്കുന്നുണ്ട് അല്ലെ? പൈറുവിക് ആസിഡ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സൈക്കിളാണ് TCA സൈക്കിൾ എന്ന് പറയുന്നത്. ഈ TCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ? പിന്നെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്, നമ്മൾ റെസ്പിറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാം, പ്രോട്ടീൻ ഉപയോഗിക്കാം, ഫാറ്റ് ഉപയോഗിക്കാം, എന്തുപയോഗിക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മൾ കഴിച്ച ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നു? എനർജി ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ റെസ്പിറേഷന് ഉപയോഗിക്കുന്ന എന്തൊരു സാധനത്തെയും റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാം, പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും എനർജി ഉണ്ടാക്കാം. ഇപ്പൊ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് 3-ൽ ഏതും എഴുതും കേട്ടോ. പിന്നെ റെസ്പിറേറ്ററി കോഷ്യന്റ് RQ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ്. ഇത് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന 3 തരത്തിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ RQ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് RQ കാർബോഹൈഡ്രേറ്റിന്റെ എത്രയാണ് ഡാഷ് അങ്ങനെ ആയിരിക്കും ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, വാല്യൂസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് RQ കണ്ടുപിടിക്കുക. RQ വെച്ച് ഇത് ഏത് കോമ്പൗണ്ട് ആയിരിക്കും എന്നുള്ളത് ഗസ് അടിക്കുക. പ്രോട്ടീൻ ആണോ കാർബോഹൈഡ്രേറ്റ് ആണോ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ 1 വാല്യൂ വരണത് ഇന്നത്, 1-ൽ താഴെ വരണത് ഇന്നത് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ വാല്യൂ വെച്ചിട്ട് ഗസ് അടിക്കാനും കൂടെ ചോദിക്കും. ഗസ് അടിക്കാൻ വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാം, മോളിക്യൂൾ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലും പറയും കേട്ടോ. പിന്നെ എയറോബിക് അനേറോബിക് റെസ്പിറേഷൻ, ഓക്സിജൻ യൂസ് ചെയ്യുന്നതാണ് എയറോബിക്, ഓക്സിജൻ യൂസ് ചെയ്യാതെ വരുന്നതാണ് അനേറോബിക്. ഈ അനേറോബിക്കിന് 2 വീണ്ടും ഡിവിഷൻസ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും അല്ലെ? പിന്നെ വലിയൊരു പാത്വേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, 5 കോംപ്ലക്സുകൾ ഉള്ള ഒരു പാത്വേയാ. ആ കോംപ്ലക്സുകളുടെ പേര് കൃത്യമായിട്ട് പഠിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് പഠിക്കേണ്ടത് അതാണ്. രണ്ടാമത് പഠിക്കേണ്ട കാര്യം
ഓരോ കോംപ്ലക്സിലും ഓരോരോ കോമ്പണൻസ് ഉണ്ട് ഇല്ലേ? ഇപ്പൊ ഫസ്റ്റ് കോംപ്ലക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ FMN, FES, യുബിക്വിനോൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കോമ്പോണന്റുകൾ ഉണ്ട്. അത് ഓർഡറിൽ പഠിക്കുക. എന്തായാലും ETS ഫുള്ളായിട്ട് എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് ETS തന്നിട്ട് ETS എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ചിലപ്പോ കോംപ്ലക്സ് 3ന്റെ പേര് എഴുതുക, അല്ലെങ്കിൽ കോംപ്ലക്സ് 1 ആര്, കോംപ്ലക്സ് 5ന്റെ ഉപയോഗം അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കോംപ്ലക്സിന്റെ പേര്, അവിടെയുള്ള കോമ്പോണൻസ്, ഇത് രണ്ടും മെയിൻ ആയിട്ട് പഠിക്കണം. പിന്നെ പഠിക്കേണ്ട കാര്യമാണ് 5th കോംപ്ലക്സ് ആയിട്ടുള്ള ATP സിന്തേസ്. അതിന് F0, F1 ഹെഡും ടെയിലും ഉണ്ട്. 4H+ അങ്ങോട്ട് കടന്നാൽ ഇന്ന സാധനം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാണ് ഞാൻ ടെസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്നാണ് ആംഫിബോളിക് പാത്വേ. ഈ പറയുന്ന ലൈക്ക് റെസ്പിറേഷൻ ആംഫിബോളിക് ആണെന്ന് പറയാനുള്ള കാരണം എന്ത്? അവിടെ മെറ്റബോളിസം കാറ്റബോളിസം ഒരുപോലെ നടക്കുന്നതുകൊണ്ടാണ് അതിനെ ആംഫിബോളിക് എന്ന് പറയുന്നത് കേട്ടോ. വിഘടനം നടക്കുന്നുണ്ട്, ഒരുമിപ്പിക്കൽ നടക്കുന്നുണ്ട്, രണ്ടും ഉള്ളതുകൊണ്ടാണ് അത് ആംഫിബോളിക് ആവുക. ഇത്രയും ടോപ്പിക്സ് റെസ്പിറേഷനിൽ കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, നമ്മള് അസറ്റൈൽ കോഎൻസൈം A ഉണ്ടല്ലോ, ക്രെബ്സ് സൈക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അയാളിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ഈ ചോദ്യം. രണ്ടാം ചോദ്യം വന്നിട്ട്, ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഓക്സിഡേഷൻ നടത്തിയാൽ ആ പ്രോസസ്സിനെ എന്ത് വിളിക്കും? ആദ്യത്തിന്റെ പേര് പറയൂ. അസറ്റൈൽ കോഎൻസൈമിൽ എത്ര കാർബൺസ് ഉണ്ട്? വെരി ഗുഡ്, 2 കാർബൺ ആണ്. 2 കാർബൺ കോമ്പൗണ്ട് ആണ് അസറ്റൈൽ കോഎൻസൈം A അല്ലേ? യാ. പിന്നെ ഇതിനെന്താ വിളിക്കുക? ഓക്സിജന്റെ പ്രസൻസിൽ എന്നതാണ് അവിടുത്തെ ക്ലൂ. ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നതിന് നമ്മൾ എന്ത് വിളിക്കും എന്ന് പറഞ്ഞത്? ഓക്സിജന്റെ പ്രസൻസിൽ നടക്കും, ആബ്സെൻസിൽ നടക്കും. പ്രസൻസ് എന്നുള്ളതുകൊണ്ട് തന്നെ അതെന്താ? എറോബിക് റെസ്പിറേഷൻ കേട്ടോ. അടുത്തത്, പൈറുവിക് ആസിഡിന്റെ ഫേറ്റ് എന്താണ്? റെസ്പിറേഷനില് പൈറുവിക് ആസിഡിന്റെ ഫേറ്റ് എന്താണ്? ഒരു സാധനത്തിന്റെ ഫേറ്റ് എന്ന് വെച്ചാലില്ലേ, ഒരു സാധനത്തിന്റെ ഫേറ്റ് എന്ന് വെച്ചാൽ ഭാവിയിൽ ഇതിന് എന്ത് സംഭവിക്കും? എന്റെ ഫേറ്റ് എന്ന് വെച്ചാൽ ഭാവിയിൽ എനിക്ക് എന്താണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ അതുപോലെ ഭാവിയിൽ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞപ്പോ നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് കിട്ടിയിട്ടുണ്ട്. ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? എങ്ങോട്ട് പോകുന്നു? എന്ത് സംഭവിക്കുന്നു? അതാണ് ചോദ്യം. എങ്ങോട്ട് പോകും അറിയോ? ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. ഇവിടെ പൈറുവിക് ആസിഡ് മുകളിലോട്ട് താഴോട്ടൊക്കെ ആരോ ഇട്ട് അങ്ങനത്തെ ഒരു റിയാക്ഷൻ കാണിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പൈറുവിക് ആസിഡ് ഓക്സിജൻ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് എന്തിനു വേണ്ടി പോകും? എയറോബിക് അനീറോബിക് റെസ്പിറേഷൻ നടത്താൻ വേണ്ടി പോകും. ഓക്സിജൻ അവൈലബിൾ ആണെങ്കിൽ എയറോബിക് പാത്വേയിലോട്ട് പോകും. ഓക്സിജൻ അവൈലബിൾ അല്ലെങ്കിൽ അനേറോബിക് പാത്വേയിലോട്ട് പോകും. അനേറോബിക്കിൽ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാനും ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടന്ന് എത്തനോൾ ഉണ്ടാക്കാനും ഈ പുള്ളിനെ കൊണ്ട് സാധിക്കും അല്ലെ? നിങ്ങൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ അവൈലബിൾ ആണെങ്കിൽ എയറോബിക് റെസ്പിറേഷന് വേണ്ടിയിട്ട് അത് പോകുന്നു. ഓക്സിജൻ അവൈലബിൾ അല്ലെങ്കിൽ അനേറോബിക് റെസ്പിറേഷനിൽ കൂടെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിലോ ആൽക്കഹോളിക് ഫെർമെന്റേഷനിലോ എൻ്റർ ചെയ്യുന്നു. ഈ രീതിക്ക് എഴുതുക കേട്ടോ. ഇതെല്ലാം ചെയ്താലും ഈ സാധനം എന്താ തരുന്നത്? എനർജിയാണ് തരുന്നത്. ഓക്കെ. ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് പൈറുവിക് ആസിഡിന്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. 2 ടൈപ്പ് ഫെർമെന്റേഷൻസ് മൈക്രോ ഓർഗാനിസത്തിൽ നടക്കും. അത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. എങ്ങനെ ഡിഫറൻസ് എഴുതും? 2 ടൈപ്പ് ആണുള്ളത്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ഉണ്ട്, ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഉണ്ട്. ഡിഫറൻസ് എഴുതുന്ന സമയത്ത് ഇത് രണ്ടും എയറിന്റെ ആബ്സെൻസിൽ നടക്കുന്നതാണ് അല്ലല്ലേ? എയർ ഇല്ലാത്ത സാഹചര്യത്തിൽ നടക്കുന്നതാണ്. അപ്പൊ അതൊരു ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് വെച്ച് നമുക്ക് എഴുതാം. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് മീഡിയേറ്റ് ചെയ്യാൻ അവിടെ ഒരു എൻസൈം ഉണ്ട്. അതിന്റെ നോട്ട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാനൊരു പിക്ചറൊക്കെ വെച്ച് അവിടെ എൻസൈമിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പൈറുവിക് ആസിഡിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്ന ആളാണ് ഈ എൻസൈം. 2 പോയിന്റ്സ് ആയില്ലേ? അതുപോലെ ആൽക്കഹോൾ ഫെർമെന്റേഷന്റെയും എഴുതണം. എന്താ? പൈറുവിക് ആസിഡ് ഇവിടെ എന്തായിട്ട് മാറും? ആൽക്കഹോൾ ആയിട്ട് മാറും. ഏത് ആൽക്കഹോൾ? എത്തനോൾ ആയിട്ട് മാറും. എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്ന ഇതുപോലെ തന്നെ ഒരു എൻസൈം ഉണ്ട്. അതിന്റെ പേരെന്താ?
ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. മറ്റത് എന്തായിരുന്നു? പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ്. രണ്ടാമത്തത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഞാൻ ഒരു റിയാക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നോട്ട്സിൽ. നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. മെറ്റീരിയലിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെയും രണ്ട് പോയിന്റ്സ് വീതം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടും ഓർത്ത് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ATP കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. എന്നാൽ 2 മാർക്കിന്റെ പ്രശ്നമാകുമ്പോൾ ഇത്ര മതിയല്ലോ. ഓക്കെ, അപ്പോ രണ്ടിന്റെയും ഡിഫറൻസസ്, ആൽക്കഹോളിക്കും ലാക്റ്റിക് ആസിഡിന്റെയും ഡിഫറൻസസ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ATPയുടെ ഒപ്പം ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എവിടെ നടക്കുന്നു, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എവിടെ നടക്കുന്നു, ആ ഒരു കാര്യവും എഴുതാം. മൈക്രോ ഓർഗാനിസം ഇന്നതാണ്, ഒരെണ്ണത്തില് ബാക്ടീരിയം ഒരെണ്ണത്തില് ഈസ്റ്റും അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഡിഫറൻസസ് അല്ലേ ചോദിച്ചേക്കണേ. ഈ പോയിന്റ്സ് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞതാ. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെയാ, ഏത് സാഹചര്യത്തിൽ നടക്കുന്നു, ഏത് മൈക്രോ ഓർഗാനിസത്തിൽ നടക്കുന്നു. 2 വ്യത്യസ്ത മൈക്രോ ഓർഗാനിസംസാ. അപ്പൊ അതുകൊണ്ട് അതും എഴുതാം കേട്ടോ. അടുത്തത് ഗ്ലൈക്കോളിസിസ്. എന്താ? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ചോദ്യം വന്നിട്ട് ഗ്ലൈക്കോളിസിസ് സെല്ലിന്റെ ഏത് പാർട്ടിൽ നടക്കുന്നു, അതാണ് ഫസ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം വന്നിട്ട് ഈ പ്രോസസ്സിന് ഇടയ്ക്ക് എത്ര ATP മോളിക്യൂൾസ് ആണ് ഡയറക്ട്ലി സിന്തസൈസ് ചെയ്യപ്പെടുന്നത്? എവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുക? ഓർമ്മയുണ്ടോ? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ? വെരി ഗുഡ് അനന്യ. സൈറ്റോപ്ലാസത്തിൽ അല്ലേ? സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുക. ക്രെബ്സ് സൈക്കിൾ എവിടെ നടക്കും? ക്രെബ്സ് സൈക്കിൾ എവിടെ നടക്കും? ക്രെബ്സ് സൈക്കിൾ എവിടെ നടക്കും? മൈറ്റോകോൺട്രിയയിൽ നടക്കും. എല്ലാത്തിൻ്റെയും നടക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം കേട്ടാ. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ETS എവിടെ നടക്കും? ETS നിങ്ങൾ മൈറ്റോകോൺട്രിയ വരെ വ്യത്യസ്തതയ്ക്ക് ETS പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? വെരി ഗുഡ്. മെട്രിക്സിൽ നടക്കും. മെട്രിക്സിൽ നിന്ന് മെംബ്രെയിൻ സ്പേസിലോട്ട് കുറെ ചാടുന്നു, തിരിച്ചു വരുന്നു, ഇതെല്ലാം ETS. ഇലക്ട്രോണിന്റെ ഒപ്പം പ്രോട്ടോൺ അപ്പുറത്തോട്ട് ചാടിക്കളക്കുന്നു, വെള്ളമാവുന്നു, പ്രോട്ടോൺ ATP സിന്തസിസിൽ കൂടെ പോകുന്നു. ഓർമ്മയുണ്ടായിരിക്കും. എല്ലാ സൈക്കിൾസും എവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, ഓർക്കണം. എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാവും? ഡിറക്റ്റ് ഫോം ചെയ്യുന്നത്. ഡിറക്റ്റ് എന്നാ ചോദിച്ചേക്കണേ, അതാണ് അവിടുത്തെ ക്ലൂ. എത്ര ATP? എത്ര ATP? എന്താണ് പറയാത്തെ? കൈ കൊണ്ട് കാണിക്കാമല്ലോ. 2 എങ്ങനെ 2 വാവ്, 8. സൂപ്പർ. പോയടാ. 8 4. ഉത്തരം is 4. അതിനുള്ള കാരണം പറഞ്ഞുതരാം. നമ്മളെ ഒരു പോയിന്റിൽ വെച്ചിട്ട് 2 തിരിയുന്നില്ലേ? ഇത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറഞ്ഞെടുത്ത് 2 തിരിയുന്നില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? നമ്മൾക്ക് 2 സ്ഥലത്ത് ഫോം ചെയ്യുന്നില്ലേ? അതുകൊണ്ട് 2 സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നില്ലേ പാരലൽ ആയിട്ട്? അതുകൊണ്ടാണ് 4. പിന്നെ 8 എന്നുള്ളത് ആൻസർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാ? ഇനി ഇടയ്ക്ക് ATP കൂടാതെ NADPH ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ATP ആയിട്ട് മാറ്റിയിട്ടൊക്കെയാണ് 10 എടുക്കുന്നത്. ആ 10ൽ നിന്ന് 2 ഉപയോഗിച്ചിട്ട് ബാക്കി മിച്ചം 8 എന്നുള്ള രീതിക്കാണ് നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക. ഇവിടെ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ATP മോളിക്യൂളുകളുടെ എണ്ണം. ഡിറക്റ്റ് എന്ന് അവർ പറയേണ്ടത് എന്ന് വെച്ചാൽ നേരിട്ട് പ്രോസസ്സിൽ ATP ആയിട്ട് തന്നെ കിട്ടണം. NADPH ആയിട്ട് കിട്ടിയേക്കണതിനെ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യില്ല. അതുകൊണ്ട് 4. ഓക്കെ, അടുത്തത് ഇവിടെ ഞാൻ ഇടാൻ മറന്നുപോയി, എന്നാലും കുഴപ്പമില്ല. ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഏതായിരിക്കും? ഇവിടെ ഒരു ഉണ്ട് ഈ ആരോ മാർക്കിന്റെ അവിടെ, അതിന് ഇട്ടിട്ടില്ല. എനിവേ, ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഏതായിരിക്കും? ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചേക്കണേ, പൈറുവിക് ആസിഡിന്റെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് ബി ചോദ്യം വന്നിട്ട് ഇത് എവിടെ നടക്കുന്നു? പൈറുവിക് ആസിഡിന്റെ പ്രോസസ്സാണ്. അപ്പൊ അവിടെ നടക്കുന്ന എൻസൈം ഏതായിരിക്കും? അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എൻസൈം ഏതായിരിക്കും? അവിടെ ഉണ്ടാവുന്ന എൻസൈം ഏതായിരിക്കും?
പൈറുവേറ്റ്. യെസ്, വെരി ഗുഡ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇത് എവിടെ നടക്കും? ഇതെവിടെ നടക്കും? മൈറ്റോകോൺട്രിയയിൽ നടക്കും. കേട്ടോ, എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നടക്കുന്നത് എവിടെയാ? മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ, യെസ്. ഇനി ഒരു ചോദ്യം കൂടെ, ഇത് ലാസ്റ്റ് ചോദ്യം ചാപ്റ്ററിലെ, എന്നിട്ട് നമുക്ക് പ്ലാന്റ് ഗ്രോത്തും ഡെവലപ്മെന്റിലോട്ട് പോവാം. നമ്മളെ റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ്. എ ചോദ്യം വന്നിട്ട് ഡിഫൈൻ ഗ്ലൈക്കോളിസിസ്. ബി ചോദ്യം വന്നിട്ട് ഗ്ലൈക്കോളിസിന്റെ സൈറ്റ് എവിടെയാണ് സെല്ലില്. സി ചോദ്യം വന്നിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന എൻസൈം. എന്താ ഗ്ലൈക്കോളിസിസ് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എന്ത് എഴുതുക? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിനെ 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന റിയാക്ഷന്റെ പേരാണ് എന്ത്? ഗ്ലൈക്കോളിസിസ്. ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല, 10 ലോങ് സ്റ്റെപ്പുകളുള്ള റിയാക്ഷൻ ആണ് ഗ്ലൈക്കോളിസിസ് അല്ലെ. അപ്പൊ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ്, അതാണ് ഗ്ലൈക്കോളിസിസ്. ഇനി ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞതാണ്, സൈറ്റോപ്ലാസ്റ്റിൽ നടക്കും. സി ചോദ്യമാണ് നമ്മുടെ മെയിൻ ചോദ്യം. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേര്. ഈ 10 റിയാക്ഷൻ പറയുന്നില്ലേ നമ്മൾ ഗ്ലൈക്കോളിസിസില്? ഓരോ റിയാക്ഷനിലും ഓരോ എൻസൈം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിലെ റിയാക്ഷന്റെ എൻസൈം മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് ഒരു എൻസൈം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ 10 എൻസൈം പഠിക്കേണ്ടതായിരുന്നു. ആ ഒരു എൻസൈമിന്റെ പേരെന്താ? വെരി ഗുഡ്, ഹെക്സോകൈനേസ് എന്നാണ് എൻസൈമിന്റെ പേര് അല്ലെ. ഹെക്സോകൈനേസ് മറക്കാൻ പാടില്ല. ഗ്ലൈക്കോളിസിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കുക. ആ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ആര്? ഹെക്സോകൈനേസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ATPയുടെ ഒരു ചോദ്യം കൂടെ നോക്കാവേ നമുക്ക്. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന കോംപ്ലക്സ് ഏതാ? കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ ഏതാ? ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ETSന്റെ ഏറ്റവും ലാസ്റ്റത്തെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് എത്രാമത്തെ കോംപ്ലക്സ് ആയി അത്? എത്രാമത്തെ കോംപ്ലക്സ് ആവും അത്? 5ാമത്തെ കോംപ്ലക്സ് അല്ലേ. സ്ഥലം മാറിയിരിക്കുന്ന കോംപ്ലക്സ് അറിയോ നിങ്ങൾക്ക്? ETSല് ആരാ സ്ഥലം മാറിയിരിക്കുന്നത് അറിയോ? ഇതിലോട്ട് നമുക്ക് വരാം. ആരോ ഒരു കോംപ്ലക്സ് സ്ഥലം മാറിയിരിക്കുന്നില്ലേ? യെസ്. ശരിക്കും 2ാമത് വരേണ്ട കോംപ്ലക്സ് എത്രാമതായിരിക്കണേ? 3ാമത്തെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. 5 നിരക്ക് വരയ്ക്കില്ലേ? ഫസ്റ്റ് കഴിഞ്ഞ് 2ാമത്തെ അല്ലേ വരയ്ക്കേണ്ടത്? പകരം നമ്മൾ എന്ത് വരയ്ക്കണം? 3ാമത്തെ വരയ്ക്കണം. 2, 3 ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിരിക്കുക. അതിൽ 5ാമത്തെ കോംപ്ലക്സ് ആണിത്. ഇതിന്റെ പേരാണ് ATP സിന്തേസ്. F0F1 ഹെഡ് ആൻഡ് ടെയിൽ അതിനുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് 4H+ ആണ്. ഈ മെട്രിക് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നിന്ന് എങ്ങോട്ട് പോവുക? ലൈക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസിലോട്ടൊക്കെ പോകുന്നു അല്ലേ. ഇത് നമ്മൾ ഈ സെയിം ചിത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ 4H+ ഇടാതെ ചിലപ്പോൾ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് എത്ര പ്രോട്ടോൺസ് ആണ്? 4 എണ്ണോ? ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ATP സിന്തേസിന്റെ ഫംഗ്ഷൻ എന്താ അറിയുമോ? സിന്തസിസ്, ATP സിന്തസിസ് അല്ലേ. ആൻഡ് ഒരു ഫംഗ്ഷനും കൂടെ നിങ്ങൾക്ക് എഴുതാം. ഈ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ പ്രോട്ടോൺസ് കടന്ന് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നുണ്ട് പാരലലി അല്ലെ. അപ്പൊ ഈ ഇന്നർ മെംബ്രെയിനില് പ്രോട്ടോൺസിന്റെ എണ്ണം കൂടിയാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും രണ്ടിടത്തുള്ള പ്രോട്ടോൺസിന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവൻ സഹായിക്കുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാം. 2 രീതിക്ക് എഴുതും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നു. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാ ഹോർമോൺസും ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ മെറ്റീരിയലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഹോർമോണിന്റെ അടിയിൽ ഇപ്പോ ഇന്ന സ്ഥാനത്തിൽ ഫ്ലവറിങ് ഉണ്ടാക്കുന്നത് ആര്? ഇപ്പൊ ഗ്രേപ്പിന്റെ ടെൻഡ്രൽ ഗ്രോത്ത് സഹായിക്കുന്നത് ആര്? ക്യാബേജിന്റെ ബോൾട്ടിങ് സഹായിക്കുന്നത് ആര്? അങ്ങനെ ഓരോന്നും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എല്ലാ ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, ദെൻ ഗ്രോത്ത് റേറ്റ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഗ്രോത്ത് റേറ്റിന്റെ ഒപ്പമല്ലേ ആ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റേറ്റ് ഓഫ് ലൈക്ക് ഇലോങ്ങേഷൻ, മെച്യൂറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊന്ന് ഓർക്കണം.
രണ്ട് ടൈപ്പ് ഗ്രോത്ത് പറയുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ജോമെട്രിക് എന്നുള്ള രീതിക്കൊക്കെ രണ്ട് ടൈപ്പ് ഗ്രോത്ത് പറയുന്നുണ്ട്. അതൊന്ന് ഓർക്കുക. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ, എസ് ഷേപ്ഡ് ആയിട്ടും ലീനിയർ ആയിട്ടുമുള്ള രണ്ട് ഗ്രാഫ്സ് കാണിക്കുന്നുണ്ട്, ഓർക്കണം. പിന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ദാറ്റ് മീൻസ് ഹോർമോൺസ്. 5 ഹോർമോണാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്സിൻ, ഗിബറലിൻ, സൈറ്റോകിനിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. ഇതിനകത്ത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ആദ്യത്തെ 4 ദാറ്റ് മീൻസ് ഓക്സിൻ, ഗിബറലിൻ, സൈറ്റോകിനിൻ, അതുപോലെ തന്നെ എത്തിലിൻ. ഇതിനകത്ത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവനാണ് അബ്സിസിക് ആസിഡ്. പക്ഷേ ഇൻ കേസ് അബ്സിസിക് ആസിഡിന്റെ അളവ് ഒരു പ്ലാന്റിൽ ആവശ്യത്തിലധികമായാൽ ആ സാഹചര്യത്തിൽ മാത്രം എത്തിലിൻ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. അല്ലാത്തപ്പോ കുഴപ്പമില്ല. അളവ് കൂടിപ്പോയാൽ അവനൊരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആകും എന്നുള്ളതാണ് സംഭവം. പിന്നെ ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന സെല്ലുകൾ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്ത് മെല്ലെ മെച്യൂർ ആയി എന്ന് വിചാരിക്കുക. ആ മെച്യൂർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ സെല്ല് ഡിവൈഡ് ചെയ്യേണ്ടതോ മറ്റ് മാറ്റങ്ങൾ വരുത്തേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ മെച്യൂർ ആയിട്ട് സെല്ലുകൾ മാറുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. ഈ മെച്യൂർ ആയിട്ടുള്ള സെല്ലുകൾക്ക് വീണ്ടും എന്ത് കിട്ടും? റീഗെയിൻ ചെയ്യും കപ്പാസിറ്റി. സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യും. അതാണ് ഡിഫറൻസിയേഷൻ. ലാസ്റ്റ് വൺ എന്ത് പറ്റും? ഈ ഉണ്ടായ കപ്പാസിറ്റി വീണ്ടും നഷ്ടപ്പെട്ടു. ഈ മൂന്നിന്റെയും ഡിഫറൻസ് അറിഞ്ഞു വെക്കണം കേട്ടോ. പ്ലാസ്റ്റിസിറ്റി, ഇത് നിങ്ങൾക്ക് മോഡലിന് വന്നതാ പ്ലാസ്റ്റിസിറ്റി. ബട്ട് സ്റ്റിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സാധനം എൻവയോൺമെന്റൽ കണ്ടീഷൻസിനനുസരിച്ച് പ്ലാന്റിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് മാറ്റം ഉണ്ടാകുന്നു. എൻവയോൺമെന്റിൽ എന്താണോ അവസ്ഥ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റുക. അതില് ഒരു എക്സാമ്പിൾ ആണ് ഹെറ്ററോഫിലി എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെ. രണ്ട് ചെടികളുടെ ഹെറ്ററോഫിലി കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. ലാക്സ്പർ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയും ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയും. ഓക്കെ, യാ മറ്റേ മല്ലിയിലൊക്കെ പോലെ ഇരിക്കുന്ന ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത് ഓർമ്മയില്ലേ? അതാണ് സംഭവം. ഫസ്റ്റ് ചോദ്യം, നമ്മളെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ വളർച്ചയെയും അതുപോലെ തന്നെ പ്ലാന്റിന്റെ വളർച്ച കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. ഏത് ഹോർമോണിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് എ ചോദ്യം. ബി ചോദ്യം വന്നിട്ട് ഏത് ഹോർമോൺ ആണ് റോസെറ്റ് പ്ലാന്റ്സില് ബോൾട്ടിങ്ങിന് കാരണമായിട്ടുള്ളത്? സി ചോദ്യം വന്നിട്ട് എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ള ഹോർമോൺ. ആദ്യത്തെ തന്നെ ആൻസർ പറയോ? സ്ട്രെസ് ഹോർമോൺ ഏതാണ്? സ്ട്രെസ് ഉള്ള സമയത്ത് ഉണ്ടാക്കപ്പെടുന്ന ഹോർമോൺ. ഇപ്പൊ ഒരു ചെടിക്ക് വാട്ടർ സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ ആ ചെടിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. അങ്ങനത്തെ സമയത്ത് വരുന്ന ഹോർമോൺ ഏതാ? ABA, അബ്സിസിക് ആസിഡ് അല്ലെ. വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ചെടി എന്ത് പറ്റും? ഉണങ്ങും. വെള്ളം കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല ഉണങ്ങുന്നത്, വെള്ളം കിട്ടാത്ത കാരണം ചെടിയിൽ അബ്സിസിക് ആസിഡ് രൂപപ്പെട്ടു, അത് കാരണമാണ് അത് ഉണങ്ങിപ്പോണം അല്ലേ. യാ പിന്നെ ബോൾട്ടിങ്. റോസെറ്റ് പ്ലാന്റിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് എഴുതും? റോസെറ്റ് പ്ലാന്റിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? ക്യാബേജ്. വട്ടത്തിൽ അറേഞ്ച് ചെയ്തേക്കണം. എന്ത് കുന്തോ നിങ്ങൾക്ക് എഴുതാം. വട്ടത്തിൽ ചുറ്റി വെച്ചേക്കുന്നത്. മറ്റേ പ്ലാന്റ് കണ്ടിട്ടില്ലേ? സക്കുലൻ ചെടികളെ കണ്ടിട്ടില്ലേ? അതാണ് കറക്റ്റ് എക്സാമ്പിൾ. സക്കുലന്റ് ചെടി എന്ന് വെച്ചാലല്ലേ മറ്റേ വെള്ളം ഒഴിക്കാത്ത നമ്മള് ഇത്രേ ഉണ്ടാവുള്ളൂ, ചെടി ഇത്രേ കാണത്തുള്ളൂ, നമ്മൾ വെള്ളം ഒഴിക്കണ്ട. ചെടിയുടെ അകത്ത് തന്നെ ഈ അലോവേരക്കകത്തൊക്കെ ജെല്ല് നിറച്ച് വെച്ചോളാം. ചെടിയുടെ ഇലകളുടെ ഉള്ളിൽ തന്നെ നിറയെ വെള്ളമാണ്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ അതെല്ലാം ചീഞ്ഞു. അങ്ങനത്തെ ചെടിയാണ് സക്കുലന്റ്. അപ്പോൾ റോസെറ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ടിൽ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ നമ്മുടെ സൺഫ്ലവറിലൊക്കെ റോസെറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇതളുകൾക്കൊക്കെ. ഓക്കെ, ഈ ബോൾട്ടിങ്ങിന് കാരണമായിട്ടുള്ള ഹോർമോൺ എന്താ? ഹോർമോൺ പറയും. ബോൾട്ടിങ്ങിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഗിബറലിൻസ്. വെരി ഗുഡ്. എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഓക്സിൻ അല്ലേ. ഓക്സിൻ ആണ് എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ളത്. എന്താ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് ഓർമ്മയുണ്ടോ? എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഒരു ചെടിയുടെ ഏറ്റവും തണ്ടിന്റെ ഒരറ്റത്ത് ഒരു ബഡ് ഫോം ചെയ്തു. ഇതൊരു ഡൊമിനന്റ് ബഡായിരിക്കും. ഇവൻ അറ്റത്ത് ഫോം ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ സൈഡിൽ നിന്നുള്ള ബഡ്സിന്റെ ഗ്രോത്ത് ഇവൻ തടയുന്നു. കാരണം ഈ അറ്റത്തുണ്ടായിട്ടുള്ള ബഡിന് കുറച്ച് ഡോമിനൻസ് ഉണ്ട്. സോ ബാക്കിയുള്ളവരുടെ ഗ്രോത്തിനെ ഇവൻ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് നമ്മൾ പറയുന്നത്.
ബോൾട്ടിങ് എന്താ? ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതാണ് ബോൾട്ടിങ് അല്ലെ. ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്താന്ന് അവിടെ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഒരു 2-3 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു പെട്ടി തന്നിട്ടുണ്ട്, ഓക്സിൻ ഗിബർലിൻ എന്ന് പറഞ്ഞ പെട്ടിയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ പോയിന്റ്സ് അതിനെ നിങ്ങൾ ഈ പെട്ടിയിലാക്കി കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പാർത്തനോകാർപ്പിൻ ടൊമാറ്റോ ഒരു പോയിന്റ് ആണ്. ഞാനവിടെ ആ പോയിന്റ് ഇടാൻ, ആ ബുള്ളറ്റ് ഇടാൻ മറന്നുപോയി, പക്ഷെ പോയിന്റ് ആണത്. 6 പോയിന്റ് ഉള്ളത് 3 വീതം വരും അല്ലെ. അപ്പൊ ഓക്സിൻ്റെ ആദ്യം കണ്ടുപിടിക്കുക. ഓക്സിൻ അല്ലേ എളുപ്പം അല്ലെ. ഓക്സിൻ്റെത് ഏതൊക്കെ വരും എന്നുള്ളത് പറഞ്ഞു. 1 2 3 4 5 6 അതിലേത് വരും? ഓക്സിൻ്റെത് 1 ഉറപ്പായിട്ട് വരും. ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. നമ്മൾ ഒരു ചെടിയിലെ തണ്ട് മുറിച്ചിട്ട് ആ തണ്ട് വെള്ളത്തിൽ കുത്തിവെക്കുകയോ മണ്ണി കുത്തിവെക്കുകയോ ചാണകത്തിൽ കുത്തിവെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ മുളപ്പിക്കുന്ന സമയത്ത് സ്റ്റെമ്മിന്ന് വേര് മുളയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആരാണ്? ഓക്സിനാണ്. അതുകൊണ്ടാണ് സ്റ്റെം കട്ടിങ്ങിന്ന് റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഓക്സിനാണ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ തന്നെ തൊട്ട് മുൻപ് പറഞ്ഞോളൂ എപ്പിക്കൽ ഡോമിനൻസിന്റെ കാര്യം. അപ്പൊ എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ളതും ഓക്സിനാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്താ വരിക? 5. ഓക്കെ, ഇൻക്രീസ് അല്ലല്ല, പാർത്തനോകാർപ്പിയാണോ? പാർത്തനോകാർപ്പിയാണോ ഉദ്ദേശിച്ചത് അല്ലെ? പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോസ്. പാർത്തനോകാർപ്പി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇന്നലെ നമ്മൾ മോർഫോളജിയുടെ ചാപ്റ്ററിൽ പഠിച്ചതാ. അപ്പൊ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യണം. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഹോർമോൺസ് കൊടുത്താൽ മതി എന്നുള്ളതും ഇന്നലെ പറഞ്ഞതാ. അങ്ങനെ കൊടുക്കുന്ന ഒരു ഹോർമോൺ ഓക്സിനാണ്. അപ്പോ റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യാനും എപ്പിക്കൽ ഡോമിനൻസിനും പാർത്തനോകാർപ്പിയാണ് ഓക്സിനിൽ വരിക. ബാക്കി 3 ബോൾട്ടിങ്, ഗ്രേപ്പ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നതും മാൾട്ടിങ് പ്രോസസ്സ് സ്പീഡപ്പ് ആക്കുന്നതും ഒക്കെ ഗിബർലിൻസ് ആ ഒരു രീതിക്ക് വരും. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ പറഞ്ഞതാ. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാന്റ് ഗ്രോത്തിന്റെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അഗെയിൻ നിങ്ങളോട് ഇതുപോലെ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ്റെത് ഏതൊക്കെ വരും എന്നുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞേ. ഓക്സിൻ, ഗിബർലിൻ ഇപ്പൊ ഓൾറെഡി ചെയ്തതാ. സൈറ്റോകിനിൻ പറഞ്ഞാൽ മതി നിങ്ങൾ. ഈ 6 സൈറ്റോകിനിൻ ഏത്? സൈറ്റോകിനിന്റെ പോയിന്റ്സ് ഏത്? രണ്ടാമത്തെ പോയിന്റ് അല്ലെ, പ്രൊമോട്ട് സെൽ ഡിവിഷൻ. ഉറപ്പായിട്ടും സെൽ ഡിവിഷൻ. സി സൈറ്റോകിനിന്റെ സിയും സെൽ ഡിവിഷന്റെ സിയും അല്ലെ. പ്രൊമോട്ട് സെൽ ഡിവിഷൻ ഒരു പോയിന്റ്. പിന്നെ 6 ഓവർകം എപ്പിക്കൽ ഡോമിനൻസ് അല്ലെ. എപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടാക്കുന്ന മാറിപ്പോരുത് കേട്ടോ. എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ള, അത് സംഭവിക്കാൻ, അത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഹോർമോൺ ആണ് ഓക്സിൻ. ഒരു ചെടിയിൽ ഇപ്പൊ നിലവിൽ എപ്പിക്കൽ ഡോമിനൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സൈറ്റോകിനിൻ ആണ്. അപ്പൊ 2 പോയിന്റ്സ് സൈറ്റോകിനിൽ വരും. സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എന്ത് വരും? എപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യുന്നു എന്നുള്ളത്. പിടികിട്ടിയോ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ മറ്റേ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ ഒരു ഗ്രോത്ത് കർവ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രോത്ത് കർവിന്റെ പേരെന്ത്? അതാണ് എ ചോദ്യം. ബി ചോദ്യം വന്നിട്ട് AC എന്ന് പറയുന്ന ആ ഫേസസിന്റെ പേര് എഴുതുക. ബിയും കൂടെ പറഞ്ഞോട്ടോ നിങ്ങൾ. സി ചോദ്യം വന്നിട്ട് കെസവ. കസവ അറിയാലോ അല്ലെ? ആരാ കസവ? ടാപ്പിയോക്ക. ആ ചെടിയുടെ ടിപ്പ് ലൂസ് ചെയ്ത് പോയാൽ സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ചസുകൾ മുളയ്ക്കും അല്ലെ. അതിന്റെ അറ്റം നമ്മൾ ടോപ്പ് അറ്റം മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കുറെ ശാഖകൾ മുളച്ചു വരും എന്നാ പറയുന്നത്. ഈ ഫിനോമിനന്റെ പേരെന്ത്? പ്ലസ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ. ആദ്യം ഈ ഗ്രോത്ത് കർവിന്റെ പേര് പറയാം. ഏതാ ഗ്രോത്ത് കർവ്? അല്ല, ഷെയ്പ്പാണ് മക്കളെ. അത് ഋത ഷെയ്പ്പ് അല്ലേ? അത് ആ ഷെയ്പ്പിന്റെ പേരാണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഗ്രോത്ത്. 2 ടൈപ്പ് ഗ്രോത്ത് ഉണ്ട്, എക്സ്പോണൻഷ്യലും അതുപോലെ തന്നെ ജോമെട്രിക്. അതിൽ 2 ഏത്? ജോമെട്രിക്. പേരറിയാവുന്നവർ ഉറപ്പായിട്ടും ജോമെട്രിക് എന്ന് എഴുതുക. ഇനിയിപ്പോ ഇല്ലേ, ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഋതനെ കണ്ടോണ്ട് ഋതയുടെ പേര് പറഞ്ഞത്. ഒരുപാട് പേര് എസ് പറഞ്ഞു അല്ലെ. ഇന്നിപ്പോ നിങ്ങൾക്ക് ജോമെട്രിക് എന്നുള്ള പേര് കിട്ടണില്ല. ഓക്കെയാണ്, എസ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് എഴുതിക്കോളാം. യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ഇതിനെ എസ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് വിളിക്കും.
ജോമെട്രിക് കർവ് എന്നും പറഞ്ഞിട്ട് വിളിക്കും. ജോമെട്രിക് ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ട് കേട്ടോ. ആൻഡ് മറ്റതില്ലേ, ഇതിനു മുമ്പ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ലീനിയർ ആണ്, ലീനിയർ ആയിട്ടില്ല, അവിടെ കർവ് ഒന്നുമില്ല, ലീനിയർ ഗ്രാഫ് ആണ്. എ എന്താ, ബി എന്താ, സി എന്താ, ഇവിടെ എ ബി സി. വാട്ട് ഈസ് എ? എന്താണ് എ? ലാഗ് ഫേസ്. ബി എന്താ? ബി എന്താ? ലോഗ് ഫേസ്. സി എന്താ? സി എന്താ? സ്റ്റേഷനറി, ഇക്വിലിബ്രിയം എന്നുള്ള ഫേസ് വരും അല്ലെ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ നമ്മള് ഈ ഒരു ഗ്രോത്ത് കർവിൽ കാണുന്ന എന്താ, ആദ്യം ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും, അതാണ് എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റും, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കും, അതാണ് ബി. ദെൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും, അതാണ് സി. ഓക്കെ, ഇതെന്ത് പറ്റും, കെസവയുടെ ടിപ്പ് മുറിച്ചു കളഞ്ഞപ്പോ സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ച് വന്നു. ആ ഫിനോമിനന്റെ പേരെന്താ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഏതാ? ഏതാ ഫിനോമിനൻ? ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അതേ ഫിനോമിനൻ ആണ്. എന്താ? എപ്പിക്കൽ ഡോമിനൻസ് ആണ് അല്ലേ? അല്ലേ? യെസ്, എപ്പിക്കൽ ഡോമിനൻസ് ആണ് ഫിനോമിനൻ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിൻ ആണ് കേട്ടോ. സെയിം ദാ ഇങ്ങനത്തെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു ചെടിയുടെ ഗ്രോത്ത് ആണ്, അതിന്റെ സ്റ്റെമ്മിന്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ലൈറ്റ് വരുന്ന അനുസരിച്ച് ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നതിനുള്ള ഒരു റീസൺ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആൻഡ് ഇവിടെ കാണിച്ചേക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാലും എന്താ എഴുതാം, ഈ ചിത്രം തന്നിട്ട് ചോദിച്ചാൽ ഒരു ചെടി ലൈറ്റ് സോഴ്സിനനുസരിച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിന് കാരണവും എന്ത് തന്നെയാ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബെൻഡിങ് സംഭവിക്കുന്നതിന് കാരണവും ഓക്സിൻ തന്നെയാണ്. പിന്നെ ഹോർമോണിന്റെ 4 റോൾസ് ഏതാണ്, അത് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞതാ ഓൾറെഡി. പക്ഷെ ഓർത്തു വെച്ചിരിക്കുക, ഇതുപോലെ ടിപ്പ് കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് ബ്രാഞ്ച് വരുന്നു, എപ്പിക്കൽ ഡോമിനൻസ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെടി സൈഡിലോട്ട് വളഞ്ഞു വളരുന്നു, അങ്ങനെയുള്ള എന്ത് ചോദ്യം വന്നാലും ആൻസർ വരിക ദാറ്റ് ഈസ് ഓക്സിൻ കേട്ടോ. മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് ഇതുപോലെയുള്ള വലിയ വലിയ സംഭവങ്ങൾക്ക് കാരണമാകുന്നത് ഓക്സിൻ. ഓക്കെ, അപ്പൊ ഇത്രയും മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ, അതിനകത്തൊരു 3-4 ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട്സ് കിട്ടുമ്പോഴത്തേക്കും വായിച്ചു നോക്കണം. ബാക്കി ചാപ്റ്റേഴ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് ഫോട്ടോസിന്തസിസിലെയും അതുപോലെ ബയോമോളിക്യൂൾ, സെല്ലിന്റെ ആ ചാപ്റ്റർ, സെല്ലിന്റെ യൂണിറ്റ് ഓഫ് ലൈഫിന്റെ ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് മിസ്സിന് സമയമില്ലാതിരുന്നത് കൊണ്ട് മിസ് പറയാതെ പോയിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, നോട്ട് കിട്ടുമ്പോൾ വായിച്ചു നോക്കണം, തുറന്ന് നോക്കണം കേട്ടോ. യെസ്, ഇനി എന്തെങ്കിലും ഉണ്ടോ, പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നാളെ ക്ലാസ് ഉണ്ട്, നാളെ AI ഉണ്ട്. ടെക്നിക്കലി സ്പീക്കിംഗ് നാളെ നമ്മുടെ ലാസ്റ്റ് AI ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും നമ്മൾ ബ്രീത്തിങ്, അതുപോലെ മറ്റു ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, ന്യൂറല്, കെമിക്കൽ കോർഡിനേഷൻ, ഈ 6 ചാപ്റ്റേഴ്സ് പഠിക്കുക നാളെ ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പരീക്ഷയ്ക്ക് കാര്യമായിട്ട് പഠിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഒരുപാട് തവണ റിവിഷൻ നടക്കാത്ത ചാപ്റ്റേഴ്സ് ആണ് ഇവർ അല്ലേ, സ്പെഷ്യലി ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊന്ന് കറക്റ്റ് സമയത്തിന് കയറാൻ ശ്രമിക്കണം കേട്ടോ. യൂഷ്വൽ ടൈമിൽ തന്നെ ആയിരിക്കും, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി 6 ചാപ്റ്റേഴ്സും കൂടെ ഫിനിഷ് ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ആദ്യം നിങ്ങളോട് സംശയം കൊണ്ടൊക്കെ വരാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വന്നില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും സംശയങ്ങളുണ്ട്, ഏതെങ്കിലും ടോപ്പിക്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ, ഇനിയിപ്പോൾ മോർണിംഗ് ക്ലാസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹെൽപ്പ് വേണമെങ്കിൽ തിങ്കളാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യുക, ഷാഡോ മിസ് ത്രൂ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു, നമ്മൾ നാളെ പാക്കലാം. ഓക്കെ.